അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവരെ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിനക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ,
എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ നമ്മുടെ ഉത്കണ്ഠകളില്ലേ ആൾക്കാർക്ക്, ഈ ഉത്കണ്ഠയും കൃപയും തമ്മിൽ കുറേ ബന്ധമുണ്ട്. അപ്പോൾ നിങ്ങളർക്ക് ഇതിന് ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യം, പിന്നെ അതിന് നെഗറ്റീവായിട്ട് എന്താ ബന്ധം? ഇരുട്ടും രാത്രിയും പകലും തമ്മിൽ എന്താ ബന്ധം? ഉത്കണ്ഠയും കൃപയും തമ്മിൽ എന്താ ബന്ധം? ഉത്കണ്ഠയെക്കുറിച്ച് ഈശോ പറഞ്ഞത് മത്തായി 6:34, അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി. അതിന്റെ ക്ലേശം. അപ്പൊ ഈ ഓരോ ദിവസത്തിനും ഓരോ ക്ലേശം ഉണ്ടാകുമ്പോൾ തന്നെ എന്നെ പോസിറ്റീവ് ആക്കേണ്ട എങ്ങനെയെന്ന് അറിയാവാ? അതിന് ഉപോത്ബലമായിട്ട് അതാത് ഓരോ പ്രഭാതത്തിലും അവന്റെ സ്നേഹം പുതിയതാണെന്നുള്ള വചനമുണ്ട്. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഇതിന്റെ വിഷയത്തിൽ നമ്മൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യണം. കാര്യം ഈശോ പറഞ്ഞാണ് ഓരോ പ്രഭാതത്തിലും ഓരോ ദിവസത്തിന് ചിലപ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യസനങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകും. പക്ഷേ അപ്പോൾ ഓർക്കണം, ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ പുതിയ സ്നേഹം കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉത്കണ്ഠകൾ ഉണ്ട്, പക്ഷേ അതേസമയം തന്നെ അതിനെ ഈ സ്നേഹം കൊണ്ട്, കർത്താവിൻ്റെ സ്നേഹം കൊണ്ടാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. നമ്മളെന്ത് ചെയ്യണം? നമ്മൾ സ്നേഹത്തിൽ ഊന്നിക്കൊണ്ട്, അപ്പോൾ നമുക്കറിയാം ഒരു ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ കൃപയും ആവശ്യവും തമ്മിൽ ബന്ധമുണ്ടേ. നിനക്ക് വ്യസനമുണ്ട്, ആ വ്യസനത്തിൽ മാറണം. നിനക്ക് ഓരോ ക്ലേശങ്ങളുണ്ട്, ആ ക്ലേശത്തിൽ മാറണം. അതിനാവശ്യമാണ്. ആ ആവശ്യത്തിന്, ആ ഉത്കണ്ഠയെ നമുക്ക് കൃപയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഇബ്രായടുത്ത്. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. നീഡ് ഓഫ് ദി ടൈമാണ്. വേണ്ട സമയത്തോടെ നീഡ് ഓഫ് ദി ടൈം എന്ന് ഇംഗ്ലീഷിൽ കിടക്കുന്നത്. ഒരു ദിവസം നമുക്കൊരു പ്രത്യേക ആവശ്യം വന്നു. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? കരുണയുടെ കൃപാവരത്തെ അതിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. അത് കർത്താവാണ്. കരുണയുടെ കൃപാവരം അല്ലെങ്കിൽ എന്ന് പറയുന്നത്, കൃപാസനം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? കർത്താവ് തന്നെയാണ്. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് ക്ലേശങ്ങളുണ്ടെങ്കിൽ ആ ക്ലേശങ്ങളിൽ നമ്മൾ കർത്താവിനെ സമീപിക്കുകയും കർത്താവ് അത് കൃപയായി കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഈ ക്ലേശങ്ങളെ കൺവേർട്ട് ചെയ്ത് ക്ലേശങ്ങളെ ആശ്രയിച്ചുകൊണ്ട് കൺവേർട്ട് ചെയ്താണ് കൃപ നമ്മളോട് സഹകരിച്ചുകൊണ്ട് കൃപയുടെ വാഹകരായിട്ട് മാറുന്നത്. അപ്പം ഇത് തമ്മിലിങ്ങനെ കറക്റ്റ് ബന്ധമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ക്ലേശങ്ങളും കൃപയും തമ്മിൽ ബന്ധമുണ്ട്, ക്ലേശങ്ങളും ക്രിസ്തുവും തമ്മിൽ ബന്ധമുണ്ട്. ഇത് നമ്മൾ കൃപയിൽ വളരണത്, ഓരോ പ്രഭാതത്തിലും വളർന്ന് വരണത് ഈ ഒരു തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ്, മെക്കാനിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് എന്നെ എൻ്റെ കുടുംബത്തെ ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുകയാണ്. എൻ്റെ പേര് ലിനി. ഞാനിവിടെ ചേർത്തല തന്നെ മാടയ്ക്കൽ സെൻറ്റ് ജോസഫ് ദേവാലയത്തിലാണ് ഞങ്ങളുടെ ഇടവക. ഇതെൻ്റെ മക്കളാണ് ലാലിറ്റ്, അഷേർ. ഞങ്ങളിപ്പോൾ വരുന്ന UK നിന്നാണ്. ഞായറാഴ്ചയാണ് വന്നത്. ഞാൻ 2018 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയായിരുന്നു. ഞാൻ നേഴ്സാണ്. അത് 2022 എനിക്ക് UK വർക്ക് പെർമിറ്റ് ലഭിച്ചിട്ട് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അതിനുശേഷം 2024 ഞങ്ങൾ കുടുംബസമേതം ഇവിടെ വന്ന് രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ പിൻ നമ്പർ ലഭിച്ചതിൻ്റെ സാക്ഷ്യം പറഞ്ഞിരുന്നു. ഒക്ടോബറിലാണ് വന്നത്. മാതാവിൻ്റെ ജപമാല റാലിയിലും കൂടെ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് വന്നത്. ആ ജപമാല റാലിയിൽ പങ്കെടുത്ത് ഞങ്ങളിവിടുന്ന് തിരിച്ചു പോയി. അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്. ആ ജപമാല റാലിയിൽ പങ്കെടുത്തിട്ട് ഞാനിവിടെ മാതാവിനോട് പറഞ്ഞിരുന്നു, എനിക്ക് രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ പിൻ നമ്പർ മാത്രമേ ഉള്ളൂ, നേഴ്സായിട്ടില്ല, അവിടെ എനിക്കൊരു ജോലി വേണം എന്ന് പറഞ്ഞ് നിയോഗത്തിൽ എഴുതിയിരുന്നു. അങ്ങനെ ഞാനിവിടെ മാതാവിനോട് പറഞ്ഞു, ജോലി ലഭിച്ചാൽ ഞാൻ എൻ്റെ സാലറിയുടെ പകുതിയും മാതാവിനോട് വന്ന് സാക്ഷ്യവും പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് പോയത്. അതുപോലെ തന്നെ ഞാൻ അവിടെ പോയി. ഞാൻ സീനിയർ കെയർ വിസയിലായിരുന്നു, ഒരു നേഴ്സിംഗ് ഹോമിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വിസ തീരാറായിരുന്നു. ഒക്ടോബറിൽ ഇവിടുന്ന് പോയി, ജനുവരിയിൽ വിസ തീരുകയാണ്. അപ്പോൾ നമുക്ക് വിസ പുതുക്കിയെങ്കിലേ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ ജോലി കിട്ടുക പ്രയാസമുള്ള കാര്യമാണ്.
എങ്കിലും എന്നോട് ഹോമിൻ്റെ ഓണർ പറഞ്ഞു, നിനക്ക് പിൻ നമ്പർ ഉള്ളതുകൊണ്ട് അവരിനി സീനിയർ കെയർ വിസ പുതുക്കി തരത്തില്ല, നീ എവിടെയെങ്കിലും ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ 3 മാസത്തെ സമയം എൻ്റെ മുമ്പിലുള്ളൂ. ഈ സമയത്തിനുള്ളിൽ ഒരു ജോലി കണ്ടുപിടിക്കുക, വിസ മാറ്റുക, ഇതൊക്കെ എൻ്റെ കഴിവിൽ നടക്കണ കാര്യങ്ങളല്ല. ഞാൻ ഒരുപാട് ആപ്ലിക്കേഷൻസ് വിട്ടു, എല്ലാം റിജക്റ്റ് ചെയ്തു. എനിക്ക് ഈസി ആയിട്ടൊന്നും ലഭിച്ചില്ല. ഞങ്ങളുടെ വീട്ടിലെ കുടുംബത്തിലെ അന്തരീക്ഷം ആകപ്പാടെ മാറുകയാണ്. കാരണം ഒക്ടോബറിൽ വന്ന ഞാൻ വീണ്ടും തിരിച്ച് പിള്ളേരുടെ എഡ്യൂക്കേഷൻ എല്ലാം അവരവിടെ ഓൾറെഡി സെറ്റിലായി, ഹസ്ബൻഡിനും അവിടെ ഒരു ജോലിയുണ്ട്. ഇതെല്ലാം കളഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീണ്ടും ജനുവരിയിലെല്ലാം കളഞ്ഞ് വരിക, അത് ഓർക്കാൻ കൂടി വയ്യാത്ത കാര്യമായിരുന്നു. ഞാൻ ബൈബിൾ വായന ഒന്നും മുടക്കത്തില്ലായിരുന്നു. ഞാൻ ഇത്രയും വിഷമത്തിലൂടെ കടന്നുപോയ സമയത്തും ഞാൻ പ്രാർത്ഥനകളൊന്നും മുടക്കാണ്ട് മാതാവിനെ തന്നെ കൂട്ടുപിടിച്ച് ആ സമയത്തെല്ലാം അങ്ങനെയാണ് കടന്നു പോയത്. അവസാനം ഞാനൊരു ആപ്ലിക്കേഷൻ, ഒരു രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ വേക്കൻസി കണ്ടിട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ളൊരു ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, പെട്ടെന്ന് അത് എന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ കോള് വരികയും എല്ലാം ചെയ്തു. ഞാൻ ഡെയിലി ബ്രെഡ് ഒന്നും മുടക്കാറില്ലായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ രാവിലെ ഇൻ്റർവ്യൂവിന് പോണത്. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ അന്ന് ആ ദിവസം കാണിച്ച ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയണത് നല്ല വെളുത്ത ആകാശവും വെള്ളയും നീലയും കൂടി ചേർന്ന ആകാശമാണ്. ആ ആകാശം തന്നെയാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പൊക്കത്തേക്ക് നോക്കുമ്പോൾ എൻ്റെ ആ മേഘക്കെട്ടുകൾ ഇങ്ങനെ എനിക്കത് പ്രതീക്ഷ നൽകുന്നതായിരുന്നു. കാരണം ഞാൻ അന്നേരം ഓർത്ത് കഴിയുമ്പോൾ ഞാൻ ഇന്ന് രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ കണ്ട സെയിം ആ മേഘക്കെട്ടുകളെയാണല്ലോ മാതാവ് എനിക്ക് കാണിച്ചു തരണത് എന്ന് പറഞ്ഞ് ഞാനപ്പോൾ എൻ്റെ ഉടമ്പടി ഉപ്പും ഈ കാശുരൂപം ഞാൻ കഴുത്തേന്ന് ഊരാറില്ല. ഈ ഉടമ്പടി ഉപ്പും തൈലവും ഒന്നും ഇല്ലാണ്ട് ഞാൻ ഒരിക്കലും ഒരിടത്തും പോകാറില്ല. അത് 2018 തൊട്ട് ഇപ്പം വരെ എൻ്റെ ബാഗിൽ എപ്പോഴും ഉടമ്പടി ഉപ്പുണ്ടാകും. അതില്ലാണ്ട് ഞാൻ പുറത്തേക്ക് ഒരു സ്ഥലത്തോട്ടും പോകാറില്ല. അതുപോലെ തന്നെ അന്നും വെഞ്ചരിച്ച ഇവിടുത്തെ നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പും കാശുരൂപവും തൈലവും എല്ലാമായിട്ടാണ് പോയത്. ഇൻ്റർവ്യൂവിന് എന്നെ വിളിച്ചു. ഇൻ്റർവ്യൂവിൽ ഞാൻ ഉടമ്പടി ഉപ്പ് കഴിച്ചിരുന്നു, തൈലവും തൂത്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കയറിയത്. എൻ്റെ മാതാവ് എനിക്ക് നാവിനൊരു തടസ്സവും കൂടാണ്ട് അവർ ചോദിച്ചതിനൊക്കെ മറുപടി പറയാനായിട്ട് എനിക്ക് സാധിച്ചു. വൈകുന്നേരമാണ് അവർ റിസൾട്ട് പറയുമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു വൈകുന്നേരം 4 മണി, ഒരു 3 മണിയായപ്പോൾ തന്നെ ഞാൻ തിരിയെല്ലാം കത്തിച്ചു വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. 4 മണിക്ക് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇൻ്റർവ്യൂവിൽ സെലക്ട് ആയിട്ടുണ്ട്, പ്രോസസ്സിങ്ങിന് ടൈം എടുക്കും. അപ്പം പ്രോസസ്സിങ്ങിന് ടൈം എടുക്കുമെന്ന് പറഞ്ഞാൽ ജനുവരിയിൽ വിസ തീരുവാണ്. സാധാരണ അവിടുത്തെ പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഒരുപാട് ടൈം എടുക്കുന്നതാണ്. ഞാൻ അപ്പോഴും മാതാവിനോട് പറയും, മാതാവേ ഒരുപാട് സമയം എടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല വിസ ഇല്ലാണ്ട്, എത്രയും പെട്ടെന്ന് എനിക്ക് അത് ചെയ്തു തരണം എന്ന്. ഞാൻ എൻ്റെ പ്രാർത്ഥനകളൊന്നും മുടക്കിയില്ല. പിന്നെ ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടു. അച്ഛൻ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ പള്ളിയിൽ അച്ഛൻ അൾത്താരയിൽ കുർബാന ചെല്ലുന്നു. അവിടുന്ന് അച്ഛൻ ഇറങ്ങി വന്ന് എൻ്റെ തലയെ പിടിക്കുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത്. അതുപോലെ തന്നെ ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടു. മാതാവിൻ്റെ മാതാവിന് വെച്ചിരിക്കുന്ന ചില്ലുകൂട് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ആരോ പൊക്കിയെടുക്കുന്നതായിട്ട് ആണ് ഞാൻ സ്വപ്നം കണ്ടത്. എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായി എന്നെ മാതാവ് കൈവിടാനൊന്നും പോകുന്നില്ല. എനിക്ക് ജനുവരിയിൽ എൻ്റെ വിസ തീരുന്നതിന് മുമ്പായിട്ട് തന്നെ എനിക്ക് ജോലി ലഭിക്കൂ എന്നുള്ളത് മനസ്സിലായി. അതുപോലെ തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ജനുവരി 15-നാണ് വിസ തീരുന്നത്. ഞാൻ 13-ാം തീയതി തന്നെ എനിക്ക് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് UK ജോലി ലഭിച്ചൊരു ഹോസ്പിറ്റലിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. സാധാരണ ജോലി ലഭിക്കുക എന്ന് പറഞ്ഞാൽ ദൂരോട്ടൊക്കെ ആയിരിക്കും. എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനൊക്കെ വളരെ ദൂര സ്ഥലത്തേക്കൊക്കെയാണ് ജോലി ലഭിച്ചൊക്കെ അവർ നേഴ്സായിട്ടൊക്കെ പോയത്. ഞാൻ എവിടെയാണോ താമസിക്കുന്നത് അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഹോസ്പിറ്റലിൽ എങ്ങോട്ടും മാറാണ്ട് അവിടെ തന്നെ എനിക്ക് ജോലി ലഭിച്ചു. ഇപ്പം ഞാൻ അവിടെ ജോലി ചെയ്യുകയാണ്. ഇപ്പം 2 വർഷമാകാൻ പോകുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു ഞാൻ എത്രയും പെട്ടെന്ന് വന്ന് സാക്ഷ്യം പറയുമെന്ന്. എനിക്ക് വരാൻ പറ്റിയില്ല, താമസിച്ചതിന് മാതാവിനോട് ഒരുപാട് മാപ്പ് പറയുകയാണ്. അതുപോലെ തന്നെ അത് എൻ്റെ കഴിവിൽ ലഭിച്ചതൊന്നും അല്ല ഇത്. ഇതിപ്പോൾ ഇത്ര ഈസി ആയിട്ട് ഞാൻ പറയുമെങ്കിലും അന്ന് ഞാൻ അനുഭവിച്ചതും ഞങ്ങളുടെ കുടുംബം അനുഭവിച്ചതുമായ സിറ്റുവേഷൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടെയാണ് ഞങ്ങൾ കടന്നു പോയത്. ഇന്നിപ്പം വളരെ നിസ്സാരം പോലെ നിങ്ങൾക്കും ഞാനും ഇങ്ങനെ പറയണ കേൾക്കുമ്പം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ അവിടെ നിന്ന് നമ്മൾ ആ സിറ്റുവേഷൻ തരണം ചെയ്യുമ്പോഴുള്ളൊരവസ്ഥ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും എനിക്ക് എൻ്റെ കഴിവിലല്ല, മാതാവിൻ്റെ കൃപയാൽ ലഭിച്ച ജോലിയാണ്. അതുപോലെ തന്നെ രണ്ടാമത് ഞാൻ നിയോഗമായിട്ട് എഴുതിയിരുന്നു എനിക്ക് UK ഒരു വീട്
പക്ഷേ ആ വീട് എനിക്കൊരു പ്രതീക്ഷയില്ലാണ്ട് എഴുതാൻ അച്ഛൻ എപ്പോഴും പറയുമല്ലോ, നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ വേണം എഴുതാൻ, നമ്മുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ എഴുതണം എന്ന് പറയാം. അതിൻ്റെ പുറത്ത് ഞാൻ വെറുതെ ഒരു പ്രതീക്ഷയില്ലാണ്ട് എഴുതിയ ഒരു കാര്യമാണത്. പക്ഷേ എനിക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ചുമ്മാ പറയുക, നമുക്ക് വീടിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയത്തില്ല ഇത് എവിടെ നിന്നാണ് എന്താ ചെയ്യാൻ പോണേന്ന്. ഹസ്ബൻഡ് തന്നെ എല്ലാം തുടങ്ങി വെക്കുവാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ വ്യൂവിങ്ങിന് ഞങ്ങളെ വിളിക്കുന്നു. അങ്ങനെ വ്യൂവിങ്ങിന് വിളിച്ചെടുത്ത് ഞങ്ങൾ വീട് കാണാൻ പോകുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് പോയപ്പോൾ മാതാവിൻ്റെ മണ്ണ് ഒരു കുപ്പിയിലാക്കിക്കൊണ്ടാണ് പോയത്. ആ മണ്ണ് ഞാൻ എവിടെ പോയാലും ഈ ഉടമ്പടി ഉപ്പും പിന്നെ വീട് കാണാൻ പോയ സമയത്ത് ഈ മണ്ണുമായിട്ടാണ് ഞാൻ പോയത് വീട് കാണാനായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട് കണ്ടപ്പം ഞാൻ അവിടെ മാതാവിൻ്റെ മണ്ണിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു വിലയിൽ ആ ഹൗസ് ഓണർ സമ്മതിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ബാങ്കിലെ ലോണെല്ലാം പെട്ടെന്ന് ശരിയായി. അതും വളരെ പെട്ടെന്ന്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കത് സാധിച്ചു തരികയായിരുന്നു. ഈ സമയത്ത് എൻ്റെ തിരിയിൽ എൻ്റെ നീലത്തിരിയിൽ മാതാവിൻ്റെ വാഗ്ദാന പേടകം ഞാൻ സിസ്റ്ററിനെ കാണിച്ചു കൊടുത്തായിരുന്നു. അത് ശരിക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കണ പോലെ തോന്നുള്ളൂ. അതുപോലെ മാതാവിൻ്റെ ഈ വാഗ്ദാന പേടകമാണ് എൻ്റെ ഉടമ്പടി തിരിയിൽ വന്നത്. മാതാവ് ഞങ്ങൾക്ക് ആ വീട് തന്നു. വളരെ നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ആ വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ അതും തന്ന് മാതാവ് അനുഗ്രഹിച്ചു. ഇതൊന്നും എൻ്റെ കഴിവിലോ ഞങ്ങളുടെ ആരുടെയും കഴിവിൽ ലഭിച്ച കാര്യങ്ങളല്ല. അങ്ങനെ മാതാവ് ആ കാര്യവും എനിക്ക് സാധിച്ചു തന്നു. പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളാണ് മാതാവ് തന്നത്. ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ബാക്കിൽ സ്കൂളാണ്. സ്കൂളിൻ്റെ സൈഡിലായിട്ട് നിൽക്കുന്ന വലിയ മരത്തേന്ന് 2 വലിയ മരങ്ങളാണ് ഉള്ളത്. ആ മരത്തേ ഇത് മാതാവ് ഞാൻ നിയോഗത്തിനൊന്നും എഴുതാത്ത കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആ മരത്തേന്ന് ഇഷ്ടം പോലെയല്ല ഞങ്ങളുടെ വീട്ടിലോട്ട് വീഴുകയാണ്. അപ്പം അത് ഞാനപ്പോൾ സ്കൂളിൽ ചെന്ന് സംസാരിച്ചു. അതിൻ്റെ ശകരങ്ങളെങ്കിലും ഒന്ന് ഇറക്കി തരുവാണെങ്കിൽ UK ഒരു സ്കൂളിലൊക്കെ ചെന്നിട്ട് സംസാരിക്കുക. അതൊന്നും എൻ്റെ കഴിവിലുള്ള, ഞാൻ മാതാവിൻ്റെ ഉപ്പൊക്കെ കഴിച്ചിട്ട് പോയിട്ടാണ് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും വെട്ടാനൊന്നും പറ്റത്തില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങളും കൂടെ ഫണ്ട് ഇട്ടിട്ട് വേണം വെട്ടാൻ, സ്കൂളിന് ഫണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ചു പോന്നു. എന്നിട്ട് ഞാൻ ഈ മരം നിൽക്കണ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് മെയിൽ വരിക. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ എനിക്ക് മെയിൽ വന്നു, ഞങ്ങൾ മരം വെട്ടാം, നിങ്ങൾ ഫണ്ടൊന്നും തരണ്ട. മരമല്ല, ശകരം വെട്ടി. അങ്ങനെ അതൊക്കെ എനിക്ക് എന്ത് കാര്യം നടക്കണമെങ്കിലും എനിക്ക് മാതാവിനോട് പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചാൽ മാതാവ് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരാറുണ്ട്. അവിടെയാണെങ്കിലും ഞാൻ ഇംഗ്ലീഷുകാർക്കാണെങ്കിലും ഒക്കെ മാതാവിൻ്റെ കാശ് രൂപമൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് കൊടുത്തായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇംഗ്ലീഷിൽ പ്രിൻ്റ് എടുത്തിട്ട് അവിടെ ഒരു ബ്രസ്റ്റ് ക്യാൻസറുള്ള ഒരു അമ്മച്ചിക്ക്, ഒരു ഇംഗ്ലീഷുകാരി അമ്മച്ചിയാണ്, അവർക്ക് കൊടുത്ത് അവർക്ക് ആ ബ്രസ്റ്റ് എടുത്ത് കളയണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴും അവരുടെ ബ്രസ്റ്റ് ഒന്നും എടുത്ത് കളഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോഴും അവരുടെ കഴുത്തേൽ ഈ മാതാവിൻ്റെ കാശ് രൂപം കിടപ്പുണ്ട്. അവർ എന്നെ കാണുമ്പോൾ എപ്പോഴും പറയും, ഞാൻ നിൻ്റെ മാതാവിനെ ഞാൻ എൻ്റെ കഴുത്തേ നൂരി വെക്കാറില്ല കേട്ടോ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ അവിടെ ആരോട് എന്ത് സംസാരിച്ചാലും അവസാനം കൃപാസന മാതാവിൻ്റെ കാര്യം പറയാണ്ട് അത് നിർത്താറില്ല. ആ സംസാരത്തിൽ എവിടെയെങ്കിലും കൃപാസന മാതാവിൻ്റെ കാര്യങ്ങൾ പറയാറുണ്ട്. ഞങ്ങളുടെ വണ്ടിയിലാണെങ്കിലും മാതാവിൻ്റെ ഉപ്പും കാശുരൂപവും ഉണ്ട്. പിള്ളേർ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും അവരുടെ കയ്യിലാണെങ്കിലും ഞാൻ ബാഗിൻ്റെ ഒരു മൂലയിൽ ഞാൻ എപ്പോഴും മാതാവിൻ്റെ കാശുരൂപം കുറച്ച് ഉപ്പും ഒരു കടലാസിൽ പൊതിഞ്ഞ് അവരുടെ ബാഗിൽ സ്ഥിരം അതുണ്ടാകും. അതൊന്നും ഞങ്ങളെടുത്ത് മാറ്റാറില്ല. പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളാണ് മാതാവ് തന്നിരിക്കുന്നത്. ഇപ്പം പറഞ്ഞാലൊന്നും തീരത്തില്ല ഇവിടെ നിന്ന്. അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികൾ, അവിടെ പ്രേക്ഷിത പ്രവർത്തനം, പത്രമൊക്കെ ആണെങ്കിലും വാങ്ങിച്ച് ഇവിടെ ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും എല്ലാം കൊടുക്കാറുണ്ട്. അത് പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് അവിടെ ഞാനൊരു UK തന്നെ ഒരു ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് ഡയറക്റ്റ് ഡെബിറ്റ് സെറ്റ് ചെയ്തേക്കാണ്. അത് എല്ലാ മാസവും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോയിക്കോളും. അതങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ വീട്ടിലാണെങ്കിലും കുടുംബ പ്രാർത്ഥന, പിള്ളേർക്കും എല്ലാം അവർ മാതാവിൻ്റെ തൈലം വെച്ചിട്ട് കുരിശ് വരയ്ക്കാണ്ട് സ്കൂളിൽ പോകാറില്ല. ഹസ്ബൻഡാണെങ്കിലും എല്ലാവർക്കും മാതാവിനോടും മാതാവ് തന്ന അനുഗ്രഹങ്ങളും ഞങ്ങൾക്കത് മാത്രമേ ഉള്ളൂ കൂട്ടായിട്ട്. അവിടെയൊക്കെ ജീവിക്കുമ്പം നമുക്ക് ഇതിൻ്റെ സംരക്ഷണത്തിലാണ് ഞങ്ങളുടെ അവിടുത്തെ ഓരോ ജീവിതവും കഴിഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ
ഉടമ്പടി ധ്യാനം അത് ഞാൻ മുടക്കാറേ ഇല്ല. പിന്നെ ആഴ്ചയിൽ 2 ദിവസം ഞാൻ ഉപവസിക്കാറുണ്ട്. ഡെയിലി ബ്രെഡ് അത് മുടക്കാറില്ല. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുകയാണ്. മാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച ഒരുപാട് എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയോടും മാതാവിനോടും നന്ദി പറയുകയാണ്. ഇപ്പോഴും ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടാണ് പോകുന്നത്. എൻ്റെ നിയോഗങ്ങളൊന്നും ഞാൻ വെച്ചിട്ടില്ല. എന്നോട് പലരും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ നിയോഗങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ ഈ പ്രാവശ്യത്തെ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ളൂ. മാതാവ് എൻ്റെ കാര്യങ്ങളെല്ലാം മാതാവിന് അറിയാം എന്തൊക്കെയാണെന്നുള്ളത്. അത് തന്നാലും തന്നില്ലെങ്കിലും എനിക്കൊരു വിഷമവും ഇല്ല. മാതാവിൻ്റെ ഇഷ്ടപ്രകാരം മാതാവിന് വിട്ടുകൊടുത്തുകൊണ്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി എന്നും ഉടമ്പടിയിൽ ജീവിക്കണമെന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടി ഞാൻ ഈ സാക്ഷി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ശാന്തരായിരുന്നാലും മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം വചനമാണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കഠിനമായ രക്ഷാകര പദ്ധതികൾ ദൈവം ഉടമ്പടിയിലൂടെയാണ് ചെയ്യുന്നത്. നമുക്ക് നിയന്ത്രിക്കാനാവാത്ത പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അസാധ്യമാണെന്ന് കരുതുന്നവ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉടമ്പടിയിലൂടെ സമർപ്പിക്കുമ്പോൾ ഭയത്തിന് പകരം വിശ്വാസമാണ് നാം തിരഞ്ഞെടുക്കുന്നത്. അതിലൂടെ ആ വിശ്വാസത്തിലൂടെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. ഉടമ്പടിയിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ, രോഗങ്ങളാവാം, ജോലിയില്ലായ്മയാവാം, വിസ തടസ്സങ്ങളാവാം, കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുടുംബ പ്രശ്നങ്ങളും വ്യക്തിപരമായ ബന്ധങ്ങളിലുള്ള ബുദ്ധിമുട്ടുകളാവാം. ഇവയെല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്കാണ് നാം ഉടമ്പടിയിലൂടെ സമർപ്പിക്കുന്നത്. ഉടമ്പടിയിൽ വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുമ്പോൾ ദൈവം നമുക്കായി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നത്. ഈ മക്കളുടെ കാര്യത്തിലും ഈ സാക്ഷ്യത്തിൽ നമ്മളോട് പങ്കുവച്ചതും അതുതന്നെയാണ്. ശാന്തരായി വിശ്വാസത്തിൽ ഉടമ്പടിയിൽ നിലനിൽക്കുന്നപ്പോഴാണ് ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ഈശോയും അമ്മയും കടന്നു ചെല്ലുന്നത്. ഇസ്രായേൽ ജനങ്ങൾ ചെങ്കടലിൻ്റെ മുന്നിൽ കുടുങ്ങിയതുപോലെ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം കുടുങ്ങിപ്പോകാറുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളുടെ നടുവിൽ നാം കുടുങ്ങിപ്പോകും. പക്ഷെങ്കിൽ നമ്മെ വിഷമിപ്പിക്കുന്ന, നമ്മെ ഭയപ്പെടുത്തുന്ന ആ സന്ദർഭങ്ങളിലെല്ലാം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്ക് ശാന്തരായിരിക്കാം. കാരണം നമ്മുടെ ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഉറപ്പുണ്ട്. നമ്മൾ ഭയപ്പെടുന്ന, വിഷമിപ്പിക്കുന്ന, സ്വന്തം ശക്തിയിൽ പരിഹാരം നേടുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അങ്ങനെ ഒരു സമർപ്പണത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് ലിനി ജോസഫ് എന്ന മകളുടെ സാക്ഷ്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഉടമ്പടിയിൽ നിലനിൽക്കുന്ന ഒരു കുടുംബമാണ്. 2018 മുതൽ ഇന്ന് വരെ ഉടമ്പടിയിൽ തുടർച്ചയായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കുടുംബമാണ്. ആദ്യമൊക്കെ 1, 2, 3 സാക്ഷ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഓരോ പ്രാവശ്യവും ഓരോ അനുഗ്രഹങ്ങളിലേക്ക് വെക്കുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്താനും മറന്നിട്ടില്ല. ഇന്നും പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ UK ആറാൻ കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ഡിഫിക്കൽട്ടാണ്. അവിടെയും ഈശോയുടെയും അമ്മയുടെയും ഉടമ്പടിയിലാണ്, ഈശോയോട് ചേർന്നാണ് പോകുന്നത്. ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയാണ് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. ആദ്യമായി പോയപ്പോൾ കെയർ ഹോമിലാണ് ജോലി കിട്ടിയത്. പിന്നീട് അത് RNL കിട്ടി. അവിടെ വേക്കൻസി വന്നപ്പോൾ നഴ്സിങ്ങിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും അപ്ലൈ ചെയ്തു. പക്ഷേ ഏറ്റവും ഒടുവിൽ പെട്ടെന്നൊരു വേക്കൻസിയിൽ അപ്ലൈ ചെയ്യുകയും അത് വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു. അവിടെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അവിടെയും പരിശുദ്ധ അമ്മ നമുക്ക് കൃപാസനം ഉടമ്പടിയിൽ നമ്മുടെ കയ്യിലുള്ളത് വെഞ്ചരിച്ച ഉടമ്പടി തൈലവും വെഞ്ചരിച്ച ഉപ്പും ഒക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂവിന് പോകുന്നത്. അത് പ്രാർത്ഥിച്ച് പോയതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇൻ്റർവ്യൂ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചത്. സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലാണ്, കൃപാസനം അമ്മയുടെ ഇടപെടലിലൂടെയാണ്. ഒരു മിനിമം 3-4 മാസമെങ്കിലും എടുക്കുമെങ്കിലും ഇവിടെ വിതിൻ 1 മന്ത് ഈ മകൾക്ക് പെട്ടെന്ന് തന്നെ സമയ ചുരുക്കത്തിൽ തന്നെ ഒരു ജോലി ലഭിക്കുകയാണ്. ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ടാണ്. വിസ തീരുന്നതിന് മുമ്പ് തന്നെ ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് ആ ജോലി. ഈ മകൾ പറയുന്നത് എൻ്റെ കഴിവുകൊണ്ടല്ല, പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാലാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. പിന്നീട് പറയുന്നത് ആ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ മകൾ തിരഞ്ഞു. ഈശോയും അമ്മയും എൻ്റെ കൂടെയുണ്ടോ എന്ന്. എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കൂടുന്ന ഒരു കുടുംബമാണ്. അന്നും ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് അച്ഛൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു നല്ല നീലാകാശമായിരുന്നു, വെള്ളയും നീലയും കലർന്ന കളറ്.
അന്ന് ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ആകാശത്തേക്ക് നോക്കിയപ്പോഴും ആ കളർ തന്നെ കണ്ടു. അപ്പോൾ മനസ്സിലായി, ഒരു പ്രതീക്ഷ മനസ്സിൽ വന്നു, ഈ ഇൻ്റർവ്യൂവിന് എൻ്റെ കൂടെ ഈശോയും അമ്മയും കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ്. അങ്ങനെയാണ് ഇൻ്റർവ്യൂവിന് പോയതും. ആ ദൈവത്തിൻ്റെ അനുഗ്രഹവും സാന്നിധ്യമെല്ലാം ആ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇൻ്റർവ്യൂ പാസ്സായി നല്ലൊരു ജോലി നൽകി ഈശോയും അമ്മയും അനുഗ്രഹിച്ചത്. പിന്നീടുള്ളത് ഒരു ഭവനമാണ്. ഉടമ്പടിയിൽ നിയോഗമായിട്ട് സമർപ്പിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, അസാധ്യമായെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ നിയോഗമായി സമർപ്പിക്കുക എന്നാണ്. അങ്ങനെ അസാധ്യമാണെന്ന് ഒരു ഏകദേശം 100% ഷുവറാണ് ആൾ പറയുന്നത്. അങ്ങനെയാണ് ലിനി പറഞ്ഞത്, അങ്ങനെയാണ്. ഞങ്ങൾക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല UK ഒരു ഭവനം കിട്ടുക എന്നത്. കാരണം സാമ്പത്തികമായിട്ട് വളരെ ഹൈ റേറ്റാണ് ചോദിക്കുന്നത്. പിന്നെ അവിടെയൊക്കെ കിട്ടുക അത്ര എളുപ്പമല്ല. അസാധ്യമായ കാര്യങ്ങൾ നിയോഗത്തിൽ എഴുതാൻ സമർപ്പിക്കുക എന്ന് പ്രാർത്ഥിച്ച് എങ്ങനെ കേട്ടപ്പോഴാണ് ഇതൊരിക്കലും നടക്കില്ല, പക്ഷെങ്കിൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ലൂക്കായുടെ സുവിശേഷം 18:27 പറയുന്നത് അതാണ്. അങ്ങനെ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒരു ഭവനം എന്ന സ്വപ്നം നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് നല്ലൊരു ഭവനം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കുകയാണ്. പല വീടുകൾ കാണാൻ പോയി, പക്ഷെങ്കിൽ ഒരു ഭവനം കണ്ടപ്പോൾ അതിഷ്ടപ്പെട്ടു. അവിടെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിന് മുറ്റത്തുനിന്ന് കൊണ്ടുപോയ ഈ അങ്കണത്തിൽ നിന്നെടുത്ത മണ്ണാണ് ആ മകൾ UK കൊണ്ടുപോയത്. ആഗ്രഹിച്ച ആ ഭവനത്തിൻ്റെ മുറ്റത്തിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ആഗ്രഹിച്ചത് തന്നെ ഈശോയും അമ്മയും നൽകി അനുഗ്രഹിക്കുകയാണ് ഈ മക്കളെ. അങ്ങനെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ 3 മാസത്തെ വിതിൻ 3 months ഓൾ ദ പേപ്പർ വർക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ആ ഭവനം സ്വന്തം കുടുംബത്തോടു കൂടി എല്ലാവരും ഒന്നിച്ച് ആ ഭവനത്തിലേക്ക് മാറി താമസിക്കാനായിട്ടുള്ള അനുഗ്രഹം നൽകി. നല്ലൊരു അഫോർഡബിൾ ഹൗസാണ് അവർക്ക് നൽകി ദൈവം അനുഗ്രഹിച്ചത്. പ്രേക്ഷിത പ്രവർത്തനമായും കാരുണ്യ പ്രവർത്തികളായിട്ടും നല്ല രീതിയിൽ നിബന്ധനകൾ പാലിച്ച് കടന്നു പോകുന്ന ഒരു കുടുംബമാണ്. എല്ലാ രീതിയിലും പത്രം കൊടുക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളെ സഹായിക്കുകയൊക്കെ ചെയ്തു. ആത്മീയ ജീവിതത്തിലാണെങ്കിലും ഡെയിലി ബ്രെഡും കുടുംബ പ്രാർത്ഥനയും ബൈബിൾ വായനയെല്ലാം കുടുംബത്തോട് ചേർന്ന് നിന്ന് കുടുംബത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ്. 2018 മുതൽ ഇന്ന് വരെ ഉടമ്പടിയിൽ നിലനിൽക്കുമ്പോൾ നമുക്കിനി ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഈശോയും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യത്തിലും നല്ലൊരു ഉറപ്പുണ്ട്, ധൈര്യമുണ്ട്. കൃപാസനം ഉടമ്പടി നമ്മെ ഈ വിശ്വാസത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. പരിശുദ്ധമ്മ കൃപാസനമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മുടെ പ്രശ്നങ്ങളും ദൈവത്തിന് സമർപ്പിക്കാം. നമുക്ക് ശാന്തതയും ഉറച്ച വിശ്വാസവും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മുടെ കർത്താവായ ദൈവമാണ് നമ്മുടെ യോദ്ധാവ്. നമുക്ക് ശാന്തരായിരുന്നാൽ മാത്രം മതി. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ലിനി ജോസഫിന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നെ എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സിജിൽ, ഇതെൻ്റെ ഹസ്ബൻഡ് സിബിൻ, ഞങ്ങളുടെ മകൾ നഥാനിയ. ഞങ്ങൾ ആദ്യമായിട്ട് ഞാനിവിടെ വന്നത് 2019 എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. ഞങ്ങൾ അന്നൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയത് മാത്രമേ ഉള്ളൂ, ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2025 ഫെബ്രുവരി 6 അന്ന് വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വലിയ നിയോഗങ്ങളൊന്നുമില്ല. എൻ്റെ കുടുംബ സംരക്ഷണം അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് എൻ്റെ മറ്റുള്ളവർക്ക് വേണ്ടി, എൻ്റെ ഫ്രണ്ട്സിനും അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ സാധിച്ചും കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവരാരും ഇല്ലാത്തതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. അതിനകത്ത് ഞാൻ മെയിനായിട്ടും വെച്ച ഒരു കാര്യം എൻ്റെ OETയുടെ എക്സാം ആയിരുന്നു. ആ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എക്സാം ഞാൻ പാസ്സായി. എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി. പക്ഷെങ്കിൽ എനിക്ക് പോകാൻ പറ്റിയില്ല. എൻ്റെ OET എക്സ്പയറി ആയി ഈ മാസം. എനിക്കത് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അത് പോകാൻ പറ്റാത്തതിൽ. അതിൻ്റെ കാരണം ആദ്യത്തെ ഒരു വർഷം ഫ്രീസിങ് ആയിരുന്നു, അവിടെ ഇൻ്റർവ്യൂസ് ഒന്നും നടക്കുന്നില്ലായിരുന്നു. പിന്നെ രണ്ടാമത്തെ വർഷം ആയപ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം എൻ്റെ വിവാഹം കഴിഞ്ഞു. പിന്നെ വിവാഹം, പ്രഗ്നൻസി, ഡെലിവറിയൊക്കെ ആയിട്ട് അത് നടന്നില്ല. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ എനിക്കതൊരു വിഷമമായിട്ട് തോന്നുന്നില്ല. കാരണം അന്നങ്ങനെ പോയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എൻ്റെ ഒരു കുടുംബമായിട്ട് എനിക്കിവിടെ വന്ന് നിൽക്കാൻ പറ്റില്ലായിരുന്നു. എൻ്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടില്ലായിരുന്നു.
അതുകൊണ്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ എല്ലാം നടത്തുന്നത് എല്ലാം നന്മയ്ക്കായിട്ടാണെന്ന് ഞാൻ രുചിച്ചറിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡും എപ്പോഴും അത് പറയും, നമ്മുടെ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും അത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ്, നീ അങ്ങനെ വെച്ച് പ്രാർത്ഥിക്കണം. പിന്നെയും എനിക്കാണ് കുറച്ചുകൂടെ, ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും അയ്യോ അതെന്താ എനിക്ക് നടക്കാത്തതെന്ന് തോന്നാറുള്ളത് എനിക്കാണ്. പക്ഷേ ഹസ്ബൻഡ് എപ്പോഴും എനിക്ക് നല്ല മോട്ടിവേഷനായിട്ട് തരാറുണ്ട്. ഇനിയും എൻ്റെ മെയിൻ സാക്ഷ്യത്തിലേക്ക് ഞാൻ വരികയാണ്. ഞാൻ കഴിഞ്ഞ വർഷം 2025 സെപ്റ്റംബർ 15 എൻ്റെ വിവാഹം നടന്നത്. ഞങ്ങൾ ലേറ്റ് മാരേജ് ആണ്. ഞങ്ങൾക്ക് 2 പേർക്കും 35 വയസ്സുണ്ട്. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങിയൊരു വിവാഹമാണ്. കാരണം വിവാഹം ഉറപ്പിച്ച സമയം തൊട്ട് ഞങ്ങൾ 2 പേരും 2 സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു, ഹസ്ബൻഡ് ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു. അപ്പം ഞങ്ങൾ 2 പേരും, ഞങ്ങൾക്ക് സമയത്തിൻ്റെയും വ്യത്യാസമുണ്ട്. അപ്പം ഞങ്ങൾ കൂടുതലും വിളിക്കാറൊന്നുമില്ല, മെസ്സേജ് അയക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം ഞങ്ങൾ രാത്രിയിൽ ഒരു ദിവസം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാതെ ഞങ്ങൾ കിടന്നിട്ടില്ല. വിളിക്കാൻ പറ്റിയില്ലെങ്കിലും ആരെങ്കിലും ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ് നോട്ടായിട്ട് ഒരു പ്രാർത്ഥന അയക്കും. അത് രാവിലെ എഴുന്നേൽക്കുമ്പോഴാണെങ്കിലും രാത്രി കിടക്കുമ്പോഴാണെങ്കിലും പ്രാർത്ഥിച്ചിട്ടേ കിടക്കാറുള്ളൂ. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ എല്ലാ വിഷയങ്ങളും വെക്കും. വിവാഹത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും ഞങ്ങൾ പ്രാർത്ഥിച്ചത് ഈശോയ്ക്കും മാതാവിനും ഈ വിവാഹത്തിന് ഞങ്ങളെ ഒരുമിപ്പിക്കുന്നത് നല്ലതെന്ന് തോന്നുന്നെങ്കിൽ മാത്രമേ ഈ വിവാഹം നടക്കാവുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ മതി, അങ്ങനെയായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു കുഞ്ഞായിരിക്കണം, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ആദ്യമേ വിവാഹത്തിന് മുന്നേ തന്നെ അങ്ങനെ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. സെപ്റ്റംബർ 15 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. അപ്പം എല്ലാവരും പേടിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും പ്രായം ഇത്രയും ആയതുകൊണ്ട് ഒരു കുഞ്ഞുണ്ടാകുമോ ഇല്ലയോ എന്ന് അറിയില്ല, അല്ലെ കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേഴ്സിംഗ് ഫീൽഡാണ്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നതും ഞാൻ ലേബർ റൂമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ എനിക്കും അറിയാം. അപ്പം ഞാൻ മാരേജൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റൊക്കെ ഒന്ന് ചുമ്മാതെ ചെയ്ത് നോക്കി, എല്ലാ ഹോർമോണൽ ടെസ്റ്റൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പം എനിക്ക് AMH എന്ന് പറഞ്ഞിട്ട് ഒരു ഹോർമോണിന് ഒത്തിരി കുറവായിരുന്നു. സാധാരണ നോർമൽ ലെവൽ അതിൻ്റെ 1 ആണ് വരേണ്ടത്, പക്ഷേ എനിക്ക് അതിൽ 0.05 ആയിരുന്നു. അപ്പം അതിൽ വെച്ചിട്ട് നോർമലായിട്ട് കൺസീവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എനിക്കും അറിയാം, സയൻറ്റിഫിക്കലി എനിക്കങ്ങനെ അറിയാം. അപ്പം ഞാൻ പലരോടും അന്വേഷിച്ചു, പല ഡോക്ടേഴ്സിനോടും അന്വേഷിച്ചു. അവരെല്ലാവരും പറഞ്ഞത് നിങ്ങൾ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇത്ര ധൃതി വെക്കേണ്ട കാര്യമൊന്നുമില്ല, എന്തായാലും നോക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾക്കും എന്നാലും എൻ്റെ മനസ്സിൽ ഭയങ്കര പേടിയുണ്ടായിരുന്നു. കാരണം എനിക്ക് PCODയുടെ ഹിസ്റ്ററി ഒക്കെ ഉണ്ട്, ഞാൻ അതിന് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തതാണ്. അപ്പം ഓൾറെഡി ഏജ് ഇത്ര ആയതുകൊണ്ട് പിന്നീട് ഇനി കുട്ടികളുണ്ടാകാൻ ലേറ്റ് ആകും, അല്ലെങ്കിൽ ഉണ്ടാവില്ലെങ്കിലോ എന്നുള്ള ഭയമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ മാതാവിൻ്റെ കൃപ കൊണ്ട് ഞാൻ സെപ്റ്റംബർ 15 കല്യാണം കഴിഞ്ഞു. നവംബർ 1 ഞാൻ പ്രഗ്നൻസി എനിക്ക് പോസിറ്റീവായി, UPT പോസിറ്റീവായി കാണിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒക്ടോബർ 25 അതായത് കല്യാണം കഴിഞ്ഞ അടുത്ത മാസം തന്നെ ജപമാല റാലിയുടെ അന്നത്തെ ദിവസം ഞാനിവിടെ വന്നിരുന്നു. പക്ഷേ റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടല്ല, ഇവിടെ പ്രാർത്ഥിച്ച് പോകാൻ വേണ്ടിയിട്ട് വന്നു. വരുന്ന വഴിക്ക് ഈ പറഞ്ഞതുപോലെ എനിക്ക് മഴവില്ല് മാതാവ് അടയാളം പോലെ എന്നെ കാണിച്ചു. അപ്പം മറ്റുള്ളവർക്ക് അതൊരു അടയാളമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയൊരു അടയാളം തന്നെയാണ്. മാതാവ് എനിക്ക് തരുന്നൊരു അടയാളമാണ്. പിന്നെ ഞാൻ കൃപാസനത്തിലോട്ട് അടുക്കും തോറും, ഈ വാതിലിലോട് വരും തോറും എൻ്റെ ദേഹം എല്ലാം ഭയങ്കരമായിട്ട് ശരീരമൊക്കെ തണുക്കാൻ തുടങ്ങി. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വരുന്നു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട് മാതാവ് നമുക്കൊരു സമ്മാനം തരും. പക്ഷെ അന്നറിയില്ല, അന്ന് ഞങ്ങൾ അയർലൻഡിന് പോകാൻ വേണ്ടിയിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഇനി അതാണോ കുഞ്ഞിൻ്റെ ആണോ എന്താണെന്നറിയില്ല, പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് എനിക്കൊരു സമ്മാനം തരും എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അത് 25 ആയിരുന്നു, ഒക്ടോബർ 25. നവംബർ 1 ഞാൻ UPT ഞങ്ങൾ വെറുതെ ചെക്ക് ചെയ്തതാണ്. അങ്ങനെ എൻ്റെ പീരീഡ്സ് റെഗുലറൊന്നും അല്ല, ഞാൻ വെറുതെ ചെക്ക് ചെയ്തു, അതെനിക്ക് പോസിറ്റീവായിട്ട് വന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ പ്രതീക്ഷിച്ചതേ ഇല്ലായിരുന്നു. അപ്പം ഞങ്ങളത് അറിഞ്ഞ് UPT പോസിറ്റീവാണെന്ന് അറിഞ്ഞ് അതേ സമയം തന്നെ ഞങ്ങൾ 2 പേരും കൈകോർത്ത് പിടിച്ചെന്ന് പ്രാർത്ഥിച്ചു. ഈശോയ്ക്കും മാതാവിനും ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആ റിസൾട്ട് വെച്ചിട്ട് നോർമലായിട്ടൊരു പ്രഗ്നൻസി എനിക്ക് പോസിബിൾ അല്ലെന്ന് പറഞ്ഞിടത്ത്, എൻ്റെ ഒരു മെറിറ്റും ഇല്ലാത്തിടത്ത് എനിക്കൊരു പ്രഗ്നൻസി പോസിറ്റീവാക്കി തന്നതിൽ ഞാൻ അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും ഒരുപാട് നന്ദി പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ അന്നത്തെ ദിവസം തന്നെ എൻ്റെ നെക്സ്റ്റ് ഡേ എനിക്കിങ്ങനെ തോന്നുകയാണ്, മാതാവിൻ്റെ ഹൃദയത്തിലൂടെ വാള് കടന്ന് ആ ഒരു
അതെനിക്ക് എൻ്റെ മനസ്സിലിങ്ങനെ വരുവാണ്. ഞാനപ്പം നെക്സ്റ്റ് ഡേ ഞായറാഴ്ചയായിരുന്നു, ഞങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചപ്പോഴൊക്കെ കുർബാന എഴുന്നള്ളിച്ച് വെച്ചപ്പോഴൊക്കെ അങ്ങനെ ആ ഒരു രൂപം എനിക്ക് മനസ്സിൽ വരുവാണ്. ഞാനിപ്പോൾ ഹസ്ബൻഡിനോട് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ പറഞ്ഞു, എനിക്കറിയില്ല, നമ്മളിത്രയും സന്തോഷിച്ചെല്ലാം ഇരുന്നിട്ട് എൻ്റെ മനസ്സിൽ മാത്രം എനിക്കിങ്ങനെ വരുവാണ്, മാതാവിൻ്റെ ഹൃദയത്തിലൂടെ വാള് കടന്നതുപോലെ എനിക്കൊരു വിഷമം വരും എന്നെനിക്ക് തോന്നുവാണ് എന്നിങ്ങനെ പറഞ്ഞു. എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്ക്, എന്താണേലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അന്ന് അതിൻ്റെ നെക്സ്റ്റ് ഡേ തിങ്കളാഴ്ച രാവിലെ ആയപ്പോൾ എനിക്ക് ചെറിയൊരു പെയിനും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ എനിക്ക് പേടിയായി, ഇനി എന്താ ഇങ്ങനെ വരുന്നതെന്ന് അറിയില്ല. കണ്ടമാനം വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി ആയപ്പോഴത്തേക്ക് ഒട്ടും പറ്റാതായി. ഞങ്ങൾ ആശുപത്രിയിൽ പോയപ്പോഴത്തേക്കാണ് അൾട്രാസൗണ്ടൊക്കെ ചെയ്തപ്പോൾ പറഞ്ഞു എനിക്ക് കിഡ്നി സ്റ്റോണിൻ്റെ ഇഷ്യൂ ഉണ്ട്. അതെനിക്ക് ഓൾറെഡി അതിൻ്റെ ഹിസ്റ്ററി ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഒരു 5-6 വർഷമായിട്ട് എനിക്ക് അതിൻ്റെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞത് ഈ പ്രഗ്നൻസി ഹോർമോൺസിനൊക്കെ കാരണം കിഡ്നി സ്റ്റോണ് ഉള്ളത് നമുക്ക് കുറച്ചുകൂടെ വലുതായി, അതിനകത്തുനിന്ന് ഒരെണ്ണം പാസ്സായിട്ട് യുറീട്രിൽ വന്ന് ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെയാണ് എനിക്ക് ആ പെയിനൊക്കെ വന്നത്. അവർ പറഞ്ഞു നമുക്ക് നോക്കാം, ഒരാഴ്ച ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ആൻറ്റിബയോട്ടിക്കൊക്കെ എടുത്തു, IV ആൻറ്റിബയോട്ടിക്കൊക്കെ എടുത്തു. പക്ഷേങ്കിൽ എനിക്കതിൻ്റെ വ്യത്യാസമൊന്നും വന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച ആയപ്പോഴത്തേക്ക് ഞാൻ ഒരാഴ്ചയിൽ തന്നെ 3 പ്രാവശ്യമൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ തുടങ്ങി. വേദന കാരണം, വേദന സഹിക്കാൻ പറ്റാത്ത പോലെ ആയിപ്പോയി. അപ്പം ഞങ്ങൾ ആശുപത്രിയിൽ പോയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഇതവിടെ ഇരുന്ന് ബ്ലോക്കായി ഇൻഫെക്ഷനായി തുടങ്ങി, ഇനി ഇത് സർജറി ചെയ്തിട്ട് ആ സ്റ്റോൺ റിമൂവ് ചെയ്യണം, അല്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം പ്രഗ്നൻസി പോസിറ്റീവ് ആയതേ ഉള്ളൂ, അതിനകത്ത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് പോലും വന്നിട്ടില്ല, 4 ആഴ്ച ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇതുപോലൊരു സർജറി എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ പറഞ്ഞു വേണ്ട, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ആഴ്ചകൾ ഇങ്ങനെ തള്ളിപ്പോയി. പക്ഷേ അവസാനം ആയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇനി നിങ്ങളിത് സർജറി ചെയ്തില്ല, ആ സ്റ്റോൺ അവിടെ നിന്ന് റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ദോഷമാണ്, നിങ്ങളുടെ കിഡ്നിയെ അത് ബാധിക്കും, പിന്നീടത് കിഡ്നി ടോട്ടലായിട്ടും റിമൂവ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഡയാലിസിസിലോട്ടൊക്കെ പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പേടിയായിപ്പോയി. അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോഴും ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, ഞങ്ങൾ വിശ്വസിച്ചു ഇതൊന്നും ചെയ്യേണ്ടി വരില്ല, അതിനു മുന്നേ ഇതൊക്കെ എല്ലാം മാറുമെന്ന് വിചാരിച്ചു. ഉടമ്പടി തൈലവും എല്ലാം ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഉടമ്പടി തൈലം വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കും, കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കും. കാശുരൂപം ഇല്ലാതെ എങ്ങും ഞാൻ പോവില്ലായിരുന്നു. എന്നിട്ടൊന്നും നമുക്ക് അങ്ങനൊരു കുറവായിട്ട് വന്നില്ല. അവസാനം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഈ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങളത് ചെയ്തു. അന്നേരം ചെയ്യുന്നതിൻ്റെ അന്നത്തെ ദിവസം രാവിലെ തലേ ദിവസം വരെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇതൊരു പ്രഗ്നൻസി, ഹെൽത്തി പ്രഗ്നൻസി ആണെന്ന് തോന്നുന്നില്ല, ചിലപ്പോൾ അത് അബോഷനായി പോകും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ സർജറിയുടെ അന്ന് ഞാൻ അഡ്മിറ്റായി. അന്നത്തെ ദിവസം രാവിലെ സ്കാൻ ചെയ്തപ്പം ഹാർട്ട് ബീറ്റായി. പിന്നെ ഡോക്ടേഴ്സിനെല്ലാം ടെൻഷനായി, ഇതെങ്ങനെ ചെയ്യും. ആദ്യം അവർ ജനറൽ അനസ്തീഷ്യ വെച്ച് ചെയ്യാനായിരുന്നത്, പിന്നെ അത് അവർ എല്ലാം ഡിസ്കഷനൊക്കെ ചെയ്ത് മാറ്റി സ്പൈനൽ അനസ്തീഷ്യ വെച്ചിട്ട് എനിക്ക് സർജറി ചെയ്തു. സർജറി ചെയ്തപ്പോഴും ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, കുഞ്ഞിനൊന്നും സംഭവിക്കില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങളതിന് സമ്മതിച്ചതും. സർജറി കഴിഞ്ഞ് ICUവിലായി. എനിക്ക് കുറച്ച് ബോധമൊക്കെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഡോക്ടേഴ്സ് എല്ലാം ഓരോ മണിക്കൂർ കൂടുമ്പോഴും എൻ്റെ അടുക്ക വരുവാണ് ബ്ലീഡിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ ഇങ്ങനെ വരുന്നത്, ബ്ലീഡിങ് വരുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ആദ്യത്തെ 3 മാസം നമുക്ക് ഒരു സർജറിയും ഒന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്, കാരണം കുഞ്ഞിൻ്റെ വളർച്ച തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മളിത് ഇങ്ങനൊരു സർജറി ചെയ്തത് കൊണ്ട് അത് അബോഷനായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. എന്നാൽ പോകും എന്നല്ല പറയുന്നത്, പക്ഷേ ചാൻസ് ഒത്തിരി കൂടുതലാണ്. അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് തന്നെ പേടിയായിട്ട് ഓരോ മണിക്കൂർ കൂടുമ്പോഴും എന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വന്ന് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ വീണ്ടും ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്ക് ഒരു കുഴപ്പവും വന്നില്ല. കുഞ്ഞിൻ്റെ വളർച്ചയിലൊക്കെ എനിക്ക് ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി എനിക്ക് സാധാരണ എല്ലാവർക്കും വരുന്ന പോലുള്ള പ്രഗ്നൻസിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുള്ളൂ, അല്ലാതെ ഒരു പ്രശ്നവും ഉണ്ടായില്ല. ഇടയ്ക്കൊരു പ്രാവശ്യം ഒരു ചെറിയ ബ്ലീഡിങ് ഉണ്ടായി, പക്ഷേ ഒരു ദിവസത്തിൽ അത് സോൾവായി പോയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നു, ഡെലിവറിക്ക് വേണ്ടിയിട്ട് നാട്ടിൽ വന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ വയസ്സ് 35 ആയതുകൊണ്ട് നോർമൽ ഡെലിവറി എന്നുള്ളൊരു കാര്യം പോസിബിൾ ആണെന്ന് ഡോക്ടർ പറഞ്ഞു. അത് പോസിബിൾ ആയിട്ടൊന്നും തോന്നുന്നില്ല, നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം, അത്രയേ ഉള്ളൂ. പക്ഷേങ്കിൽ എൻ്റെ ഇതുപോലെ ഹൈറ്റൊക്കെ കുറവായതുകൊണ്ട് മിക്കവാറും അത് CSA ആകാൻ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഒരു നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. അതേപോലെ ഞാൻ ഏറ്റവും ആഗ്രഹിച്ചത് ഒരു പെൺകുഞ്ഞിന് വേണ്ടിയിട്ടാണ്. ഞാൻ അമ്മ മാതാവിനോട് ഞങ്ങൾ ഒരു പള്ളിയിൽ പോയപ്പോഴത്തേക്കും ഇതുപോലെ അവിടുത്തെ അൾത്താരയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു മാലാഖമാരുടെ പടം വരച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് എല്ലാം
പെൺകുഞ്ഞുങ്ങളുടെ പെൺമാലാഖമാരുടെ പടങ്ങളാണ്. അപ്പം ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഈശോയുടെ കയ്യിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടല്ലോ, അതിനകത്ത് ഒരു പെൺകുഞ്ഞിനെ എനിക്ക് തന്നാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം ഞങ്ങൾ പുറത്തായതുകൊണ്ട് നേരത്തെ ഞങ്ങൾക്ക് അറിയാൻ പറ്റും കുഞ്ഞ് ഏതാണെന്ന്. അങ്ങനെ ഞാൻ അറിഞ്ഞായിരുന്നു, പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞായിരുന്നു. ഞങ്ങൾ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. വയറ്റിൽ തൈലം പൂശി പ്രാർത്ഥിക്കും, വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കും. അതേപോലെ ഞങ്ങൾ വാക്യം എഴുതും. ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്താണേലും വാക്യം എഴുതിയായിരുന്നു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്. എല്ലാം കഴിഞ്ഞ് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അത്ഭുതകരമായിട്ട് എനിക്കൊരു നോർമൽ ഡെലിവറിയിലൂടെ തന്നെ എനിക്കൊരു പെൺകുഞ്ഞിനെ നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചു. ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പം ഡോക്ടർ ഹസ്ബൻഡിനോടും എൻ്റെ മമ്മിയോടും പറഞ്ഞു, ഇത് ഡെലിവറി ഞാൻ ലാസ്റ്റ് നിമിഷമായപ്പോൾ വിചാരിച്ചത് CS എടുക്കേണ്ടി വരും, ഇതൊരു നോർമൽ ഡെലിവറിയിലേക്ക് പോവില്ല എന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷെങ്കിൽ ഭയങ്കര അത്ഭുതം പോലെ നോർമൽ ഡെലിവറി എനിക്ക് എനിക്ക് ഇൻഡ്യൂസ് ചെയ്ത് 2-3 മണിക്കൂറിനുള്ളിൽ ഞാൻ ഡെലിവറി ആയി. അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. ആ കുഞ്ഞുമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പേര് നഥാനിയ എന്നാണ്. നഥാനിയയുടെ അർത്ഥം ഗിഫ്റ്റ് ഫ്രം ഗോഡ് എന്നാണ്. ഞങ്ങൾക്ക് ദൈവവും എൻ്റെ യേശുപ്പച്ചനും മാതാവമ്മച്ചിയും ഞങ്ങൾക്ക് തന്ന ദാനമാണ് ഈ കുഞ്ഞ്. പിന്നെ അതേപോലെ ഞങ്ങൾക്ക് തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ, മാതാവ് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഉടമ്പടി വസ്തുക്കൾ, എല്ലാ വസ്തുക്കളും, ഉടമ്പടിയല്ല എല്ലാ വസ്തുക്കളും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഉടമ്പടി തൈലം എല്ലാ ദിവസവും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ കുഞ്ഞിനും ഞങ്ങളത് തേക്കുന്നുണ്ട്. ഉടമ്പടി തേനും ഉപ്പും ഒക്കെ ഞങ്ങളുടെ പ്രഗ്നൻസിയിൽ ത്രൂ ഔട്ട് ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഞാനും ഹസ്ബൻഡും ഞങ്ങൾ എവിടെ പോയാലും അല്ലെങ്കിൽ എന്ത് ആവശ്യത്തിനും പോയാലും അവിടെയൊക്കെ ഞങ്ങൾ ആ ഉടമ്പടി വസ്തുക്കളുടെ മാക്സിമം എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അതെല്ലാം ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എന്നും പ്രാർത്ഥിക്കാറുണ്ട്. ഇത്രയും വലിയൊരു നന്മ ഞങ്ങൾക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോ അപ്പയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് സൗദിയിലാണ്. അപ്പോൾ എനിക്ക് അവിടെ അത്രയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ഉടമ്പടി അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ്സ് അത് എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും ഞാൻ കാണാറുണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത് തന്നെ. അതേപോലെ സാക്ഷ്യങ്ങൾ എപ്പോഴും കേൾക്കാറുണ്ട്, അത് ഷെയർ ചെയ്യാറുണ്ട്. ഉടമ്പടി എല്ലാ ചൊവ്വാഴ്ചയിലെ ധ്യാനം കേൾക്കാറുണ്ട്. പിന്നെ അതുപോലെ പത്രം ഇവിടെ വരുമ്പോൾ പത്രം വാങ്ങി എല്ലാവർക്കും വിതരണം ചെയ്യാറുണ്ട്. അതേപോലെ സോഷ്യൽ മീഡിയയിലും അങ്ങനെ അല്ലാതെ രീതിയിലൊക്കെ ഞങ്ങൾ അറിയുന്നതായിട്ടുള്ള അർഹതപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട്. വേറൊന്നും ഞങ്ങളെക്കൊണ്ടിപ്പം ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ അവിടെ ആയതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ആത്മീയ ജീവിതം ഞങ്ങൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന എത്തിക്കും. ഞാനൊരു യാക്കോബായ സഭാവിശ്വാസിയാണ്. എനിക്ക് ജപമാലയൊന്നും ഞങ്ങൾക്കില്ല. പക്ഷെ ഞാൻ യൂട്യൂബ് നോക്കി ജപമാല ചൊല്ലും. എല്ലാ ദിവസവും അത് ചൊല്ലുന്നുണ്ട്. പിന്നെ എല്ലാ ഞായറാഴ്ചയാണ് ഞങ്ങൾക്ക് കുർബാന ഉള്ളത്. ഒരു ഞായറാഴ്ച പോലും മുടക്കിയിട്ടില്ല. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകാറുണ്ട്, കുമ്പസാരിച്ച് കുർബാന കൊള്ളാറുണ്ട്. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നുണ്ട്. എന്നിട്ടും എല്ലാ കാര്യങ്ങളും ഒരേ കറക്റ്റ് ടൈമിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് ഞാൻ അമ്മ മാതാവിനും ഈശോപ്പയ്ക്കോടും ക്ഷമ ചോദിക്കുന്നു. ബൈബിൾ വായിക്കുന്ന എല്ലാ ദിവസവും 1/2 മണിക്കൂർ വെച്ചിട്ട് ബൈബിൾ വായിക്കുന്നുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും 1000 നന്ദി പറയുന്നു. ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾ ഉടമ്പടിയിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് സിബിൻ. ഉടമ്പടി എൻ്റെ വൈഫാണ് ഉടമ്പടി എടുത്തത്. പക്ഷേ എങ്കിലും അതിൻ്റെ ഞാനും അവളോടുകൂടെ ഉടമ്പടിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഈശോ നൽകിയ ഒരു സമ്മാനമാണ്. ആ സമ്മാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോകും എന്ന് വിചാരിച്ച സ്ഥാനത്ത് അത്ഭുതകരമായി ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ഈശോ നൽകി അനുഗ്രഹിച്ചു. ഈശോമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിൻ്റെ അടുത്ത് തിരിച്ചു വരും. അപ്പോൾ സാറായ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 14-ാം വചനമാണ്. ദൈവത്തിന് അസാധ്യങ്ങളൊന്നുമില്ല. സമയങ്ങളും സാഹചര്യങ്ങളും മാനുഷിക പരിധികളാണെങ്കിലും ദൈവത്തിൻ്റെ കാര്യത്തിൽ ഒന്നും അസാധ്യമല്ല. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വചനം പറയുന്നത് ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നാണ്. നമ്മൾ പല കാര്യങ്ങൾ നമ്മുടെ മാനസികപരമായിട്ട് ചിന്തിക്കാം, മെഡിക്കലി പ്രൂഫ് ചെയ്തേക്കാം. പക്ഷേങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ഒരു ദൈവത്തെയാണ് ഉടമ്പടിയിൽ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നത്. സിജിൽ മാത്യു എന്ന മകളുടെ സാക്ഷ്യത്തിലും
ആദ്യം ഉടമ്പടി എടുത്തത് OET എക്സാം പാസ്സാകാനായിട്ടാണ്. പിന്നീടാണ് വിവാഹത്തെപ്പറ്റി ചിന്തിച്ചതും വിവാഹം നടക്കുവാനായിട്ടും വിവാഹം നിശ്ചയിച്ച ദിവസം മുതൽ അന്നു മുതൽ ഇന്ന് വരെ ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മക്കളാണ്. അങ്ങനെ വിവാഹത്തിന് ശേഷം ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചത്. കാരണം ഏജ് ഓവറാണ്, കുട്ടികൾ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്, PCOD ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരു കുട്ടിയെ കിട്ടുക എന്നത് വളരെ ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമേ സാധിക്കുകയുള്ളെന്ന് ലേബർ റൂമിൽ സ്റ്റാഫായ ഈ മകൾക്ക് അത് പൂർണ്ണ വിശ്വാസമുണ്ട്, പൂർണ്ണമായും മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് കൂടുതലുമായ വിശ്വാസത്തോടെ തീഷ്ണതയോടെ ഈ മകൾ പ്രാർത്ഥിച്ചത് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്. അങ്ങനെ പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് മരിയൻ കൃപാസനം ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിൽ ലഭിച്ച നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും വെഞ്ചരിച്ച ഉപ്പും തേനും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു കുഞ്ഞിനെ നൽകി ഈശോയും അമ്മയും അനുഗ്രഹിക്കുകയാണ്. ആ കുഞ്ഞിനെ നൽകുമ്പോഴും പ്രഗ്നൻസി പോസിറ്റീവാണെന്ന് കണ്ടപ്പോഴും പിന്നീട് ഈ മകൾക്ക് തന്നെ ഒരു രീതിയിൽ അമ്മ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എന്തോ മാതാവിനെ കണ്ടപ്പോൾ മാതാവിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാളു പോകുന്നത് പോലെ, അതായത് വ്യാകുല മാതാവിൻ്റെ ഒരു പിക്ചറാണ് ഈ മകളുടെ ഒരു വളരെ ക്ലിയറായിട്ട് അമ്മ മാതാവ് കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഈ മകൾ 3 ആഴ്ച പ്രഗ്നൻസി കഴിഞ്ഞു, 3 ആഴ്ചയോളമായി. പക്ഷേ ഓരോരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ കുഞ്ഞിന്. ആദ്യത്തെ കുഞ്ഞ് അബോഷനാവുകയായിരുന്നു. ചൈൽഡ് അബോഷനാകാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. കാരണം കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു. പിന്നീട് അവർ 3 മാസത്തിൽ സർജറി, അതായത് കിഡ്നി സ്റ്റോണിൻ്റെ സർജറി പറഞ്ഞെങ്കിൽ കുഞ്ഞിനെ അത് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് സർജറി പോസിബിലിറ്റി ഇല്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ആയിരിക്കുകയും ഈ മക്കൾ പൂർണ്ണമായിട്ട് ഈശോയിലും അമ്മയിലും സമർപ്പിച്ച് വിശ്വസിച്ച് നേർച്ച വസ്തുക്കളായി വെഞ്ചരിച്ച ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് എല്ലാ രീതിയിലും ഈശോയും അമ്മയും എല്ലാ കാര്യങ്ങളും അങ്ങ് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ തന്നെയാണ് എല്ലാം ഭംഗിയായിട്ട് തന്നെ നടത്തി കൊടുക്കുകയും അങ്ങനെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നഥാനിയ എന്ന കുഞ്ഞുമായിട്ട് നന്ദി പറയുകയാണ്. നഥാനിയ ഗിഫ്റ്റ് ഓഫ് ഗോഡാണ്, ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. ദൈവത്തിൻ്റെ ആ ദാനത്തിന് വേണ്ടിയിട്ട് നന്ദി പറയുകയാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഈ മക്കളിൽ നിന്ന് വന്നിരിക്കുന്നത്. പല പ്രാവശ്യവും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം, പ്രത്യേകിച്ചും കൃപാസനം അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യം ഒരു മഴവിലൂടെയാണ്. ഈ മക്കൾ ജപമാലയ്ക്ക് വന്നപ്പോഴും മഴവില്ലിൽ കൂടെ ദൈവത്തിൽ ഈശോയുടെ അമ്മയുടെയും പ്രത്യേകിച്ചും അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ്. മെഴുകുതിരിയിലും അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീട് എല്ലാ ദിവസവും അന്ന് ആ വിവാഹത്തിൻ്റെ നിശ്ചയിച്ച ദിവസം തൊട്ട് ഇന്ന് വരെ അത് ഒരു നോർമൽ ഡെലിവറി നൽകിയാണ് ഇവരെ അനുഗ്രഹിക്കുന്നത്. ഇതൊക്കെ ഇത്രയൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായാലും ഉറച്ച വിശ്വാസത്തോടെ തീഷ്ണതയോടെ ഇവർ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2 പേര് 2 സ്ഥലത്താണ്. ഒരാൾ ഷിപ്പിലും ഒരാൾ സൗദിയിലുമാണ്. പക്ഷേ 2 പേരും വചനം പങ്കിട്ട് 2 പേരും പ്രാർത്ഥനയാണ്. ഏറ്റവും ദാമ്പത്യ ജീവിതത്തിൽ, വിവാഹ ജീവിതത്തിൽ പ്രാർത്ഥനയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. എന്ത് പ്രതിസന്ധി വന്നാലും പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഏത് പ്രതിസന്ധിയിലും തകരാതെ മുന്നോട്ട് പോകുവാനായിട്ട് നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മക്കളും തുടർച്ചയായിട്ട് വചനം എഴുതി പ്രാർത്ഥിച്ച് ഒരു 2 സ്ഥലങ്ങളിലാണെങ്കിലും 2 പേരും പ്രാർത്ഥിച്ച്, അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യവും ഈശോമ്മ ഏറ്റെടുത്ത് ഒരു നോർമൽ ഡെലിവറിയിൽ കൂടെ തന്നെയാണ് ഈ കുഞ്ഞിന് ലഭിച്ച് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ കുഞ്ഞുമായി വന്ന് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുക. ഈശോയും അമ്മയും നമ്മുടെ കൂടെയുള്ളപ്പോൾ, ആ ദൈവ സാന്നിധ്യം ഉറപ്പുള്ളപ്പോൾ നമുക്കും വിശ്വസിക്കാൻ. ലൂക്കായുടെ സുവിശേഷം 1-37 ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. യോഹന്നാൻ്റെ സുവിശേഷം 2:5 കാനായിലെ വിവാഹ വിരുന്നിൽ പരിശുദ്ധ അമ്മ പറഞ്ഞത് അവൻ പറയുന്നതെല്ലാം ചെയ്യുക എന്നാണ്. ഉടമ്പടിയിൽ നാം നിബന്ധനകൾ പാലിച്ച് ഈശോ പറയുന്നത് പോലെ വചനത്തിനനുസൃതമായി നമ്മുടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ആ ദൈവത്തെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. ഉടമ്പടിയിൽ വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് അസാധ്യ കാര്യങ്ങൾ സാധിക്കുന്ന ആ ദൈവത്തോട് ചേർന്ന് നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം പൂർണ്ണമായ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കാം. സിജിലിനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെ, പ്രത്യേകിച്ചും കുഞ്ഞുബാവ നത്താനിയായിക്കും ഈ കുടുംബത്തിൽ ലഭിച്ച മറ്റ് എല്ലാ അനുഗ്രഹങ്ങൾക്കും
രോഗസൗഖ്യത്തിനുമെല്ലാം നമുക്ക് കരങ്ങളടിച്ച്. പ്രൈസ് ദ ലോർഡ്. ആവേ മറിയ. എൻ്റെ പേര് ശ്രീരഞ്ജിനി ഹരിദേവ്. ഞാൻ UK നിന്നാണ് വരുന്നത്. സ്ഥലം കരുനാഗപ്പള്ളിയാണ്. ഇങ്ങനെ ഇവിടെ മാതാവിൻ്റെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ അമ്മ മാതാവും എൻ്റെ ഈശോയും എന്നെ ഉയർത്തിയതിനെ ഓർത്ത്, ഇങ്ങനൊരു അവസരം തന്നതിനെ ഓർത്ത് ഒരുപാട് നന്ദി പറയുകയാണ്. ഇന്നലെ വൈകുന്നേരമാണ് എത്തിയത്. ഇന്നലെ രാത്രിയായി UK നിന്ന് എത്തിയപ്പോൾ. എന്നിട്ട് ഇന്ന് രാവിലെ 4:30 ഉറങ്ങാൻ കിടന്നപ്പോൾ. എന്നിട്ട് 5 മണിക്ക് എഴുന്നേറ്റ് വരുമായിരുന്നു. ഇവിടെ അരമണിക്കൂർ പോലും ഉറങ്ങിയിട്ടില്ല. അത് എൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു അത്. അതായത് എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ അച്ഛനെയും അമ്മയും കാണുന്നതിന് മുന്നേ തന്നെ എനിക്ക് എൻ്റെ മാതാവിനെ വന്ന് കാണണമെന്ന്. എനിക്കറിയാം ജോസഫ് അച്ഛന് ഇഷ്ടമല്ല നമ്മളിങ്ങനെ മുട്ടിലഴിഞ്ഞ് വരുന്നതും അങ്ങനെ ഒരു നേർച്ചയോ അങ്ങനെ ഒരു പ്രവൃത്തിയൊന്നും ഇഷ്ടമല്ല എന്ന് അറിയാം. പക്ഷേ എൻ്റെ ആരോഗ്യം വളരെ മോശമായിരുന്നു. അങ്ങനെ എന്നെ മരണത്തിൽ നിന്ന് തന്നെ എന്നെ തിരിച്ചു കൊണ്ടുവന്ന എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും എനിക്ക് കൊടുക്കാൻ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മുട്ടിലഴിഞ്ഞ് തന്നെയാണ് ഞാൻ ഇവിടെ എത്തിയത്. അത് ഞാൻ നന്ദി പ്രകടിപ്പിച്ചതാണ്. പക്ഷേ എനിക്കറിയാം അതിവിടെ അങ്ങനെയൊന്നും ചെയ്യില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷേ എൻ്റെ ഈ ശരീരം കൊണ്ട് എനിക്ക് അത്രയെങ്കിലും ചെയ്യണമായിരുന്നു. ഞാൻ ഒരു 3 വർഷം മുൻപ് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ആ ഒരു സാക്ഷ്യം 7 ലക്ഷത്തിലധികം ആൾക്കാർ കണ്ടതാണ്. ഒന്നുമില്ലാത്ത എന്നെ ഇങ്ങനെ ഉയർത്തി ഇവിടെ ആൾക്കാരുടെ മുന്നിൽ, ഈ ലോകത്തിൻ്റെ മുന്നിൽ ഒരു സാക്ഷിയാക്കിയ എൻ്റെ ഈ ജീവനുള്ള മാതാവിനും ജീവനുള്ള ഈശോയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കഴിഞ്ഞ വട്ടം ഞാൻ വന്നിട്ട് പറഞ്ഞത് ഞാൻ UK യിലേക്ക് പോവാണ്, എൻ്റെ ഈ 2 മക്കളെ എനിക്ക് കൊണ്ടുപോകണം എന്നാണ്. ഒരാളെ കൊണ്ടുപോകാൻ പറ്റിയുള്ളൂ. ഈ 2ാമത്തെ ആൾക്ക് ആ സമയത്ത് 1 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവന് പെട്ടെന്ന് പനിയൊക്കെ കൂടിയിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. അപ്പോഴത്തേക്ക് ഞാൻ പ്രഗ്നൻ്റായി. ആ ഒരു സമയത്ത് ഞങ്ങളൊരു ചെറിയ ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത്. അത് പ്രാർത്ഥിച്ചതുപോലെ തന്നെ മക്കൾക്ക് സ്കൂളും എൻ്റെ ജോലിസ്ഥലവും എല്ലാം ഒരുക്കി ദൈവമാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ചു. ആ ഒരു സമയത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ആ വീട്ടിൽ നിന്ന് മാറേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ 3 കുഞ്ഞുങ്ങളെ ഉടനെ തന്നെ ഡെലിവറി ഉണ്ട്. എൻ്റെ 9th മന്ത് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ എനിക്ക് വേറൊരു വീട് വേണം. ആ ഒരു സമയത്ത് ഇപ്പോഴും UK യിലുള്ള ആളുകൾക്കറിയാം വീട് കിട്ടാൻ വലിയ പ്രയാസമാണ്. ഞാൻ പ്രാർത്ഥിച്ചു. ആ വയറുകൊണ്ട് മുട്ടുകുത്തി തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കൊരു 3 ബെഡ്റൂമുള്ള വീട് വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മ മാതാവ് എനിക്ക് 3 ബെഡ്റൂമിന് പകരം 3 നിലയുള്ള വീട് തന്നെ എന്നെ അനുഗ്രഹിച്ചു. ആ 3 നില വീട്ടിൽ എനിക്ക് എൻ്റെ 3 കുഞ്ഞുങ്ങളോടൊപ്പം എൻ്റെ ഹസ്ബൻഡിനോടൊപ്പം പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അതിന് 1000 നന്ദി ദൈവത്തിന്. അത് കഴിഞ്ഞിട്ട് ഡെലിവറി സമയത്ത് ഞങ്ങൾക്കൊരു കാറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒന്നുമില്ലാത്തൊരവസ്ഥ. 2 പേർക്കും ജോലിയുണ്ട്, 2 മക്കളുണ്ട്, പ്രഗ്നൻസിയാണ്. എൻ്റെ പ്രഗ്നൻസിയുടെ ഒരു 3 ദിവസം മുൻപ് വരെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റി. എൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ദൈവമാതാവ് മുടക്കിയിട്ടില്ല. ഓരോ ആളുകളെയും ഓരോ സാഹചര്യങ്ങളെയും ദൈവം ഒരുക്കി തന്നു. എൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ്സ് പോലും മുടങ്ങിയിട്ടില്ല. എല്ലാം ദൈവം ഞാൻ പോലും അറിയാത്ത രീതിയിൽ ഓരോ ആളുകളെ വീട്ടിലെത്തിക്കുകയും എല്ലാ അപ്പോയിൻമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഭംഗിയായിട്ട് നടന്നു. എനിക്ക് വാട്ടർ ബ്രേക്കാണ് ഉണ്ടായത്. എൻ്റെ വെള്ളം പൊട്ടി ഒരു സങ്കടകരമായ ഒരു അവസ്ഥയായിരുന്നു. രാത്രി ഒരു 11 മണിക്കാണ്. ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ആ സമയത്ത് എനിക്ക് വേണമെങ്കിൽ ഹരിയെ വിളിച്ച് എനിക്കിങ്ങനെ ഒരു അവസ്ഥയുണ്ട്, നീ വരണം എന്ന് പറയാമായിരുന്നു. പക്ഷെ നോക്കിയപ്പോൾ 2 കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുവാണ്. എനിക്ക് വാട്ടർ ബ്രേക്കാണ്, നന്നായിട്ട് വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ തൈലമാണ്. എനിക്കറിയില്ല ഞാൻ എന്തിനങ്ങനെ ചെയ്തു. ഞാൻ മെഡിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എന്നിട്ടും ഞാൻ മാതാവിൽ ഉറച്ചു വിശ്വസിച്ചു. ഞാൻ ആ തൈലം എടുത്ത് എൻ്റെ വയറ്റിൽ പുരട്ടിയിട്ട് പറഞ്ഞു, എനിക്കൊന്നും പറ്റരുത്, എൻ്റെ കുഞ്ഞിനൊന്നും പറ്റരുത്, നേരം വെളുക്കണം. എൻ്റെ ഹരി എന്തായാലും ഈ പ്രഗ്നൻസി കഴിയുമ്പോൾ അവന് ലീവും കാര്യങ്ങളൊക്കെ എടുക്കണം. നമുക്ക് ഇവിടുത്തെ പോലെയല്ല, നമ്മൾ ചെയ്യുന്ന ദിവസങ്ങളിലുള്ള ശമ്പളം മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് ഒരു മാസം 16 ദിവസം ഡ്യൂട്ടിക്ക് പോയാൽ മതി. ആ 16 ദിവസത്തെ ശമ്പളം മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആ 16 ദിവസത്തിൽ നിങ്ങൾ ഒരു ദിവസം ശമ്പളം നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾക്ക് ശമ്പളം ഇല്ല. അപ്പം നമ്മുടെ അവിടെ റെൻ്റാണ്, കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ദിവസം നിങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിൽ അത് പല രീതിയിലും അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവനെ കഷ്ടപ്പെട്ട് കാണാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനിപ്പോൾ ഇതറിയരുത്, അവൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വരണം. ഒരു 8 മണി വരെ എങ്കിലും എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 7 മണിയായി. എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത അത്രയും ഹെവി ആയിട്ട് വാട്ടർ ബ്രേക്ക് ആയി തുടങ്ങിയപ്പോൾ ഞാൻ ഹരിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ്, എനിക്ക് നിൽക്കാൻ വയ്യ. എപ്പോൾ തുടങ്ങിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു അറൗണ്ട് ഒരു 11 മണി 12 മണി എന്ന് പറഞ്ഞപ്പോൾ നന്നായിട്ട് ദേഷ്യപ്പെട്ടു. നീ കളിക്കുവാണോ, എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവുണ്ട് കൂടെ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആംബുലൻസ് വന്നു, പെട്ടെന്ന് തന്നെ പോയി, ഡെലിവറി ആയി. അതുവരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ആരുമില്ല. ഞാനും ഹരിയേട്ടനും എൻ്റെ 3 മക്കളും മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. നമ്മുടെ ഇവിടുത്തെ പോലെയല്ല,
പ്രസവം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ ഇവർ വിടും, കുഴപ്പമൊന്നുമില്ല, നീ പൊയ്ക്കോന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് കുഞ്ഞിന് 16ാമത്തെ ദിവസമായപ്പോൾ ഞാൻ 3ാമത്തെ നിലയിലിരുന്ന് പാല് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് തന്നെ തോന്നി എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് പോലെ എനിക്ക് തോന്നി. എന്താണെന്നറിയില്ല, വല്ലാത്തൊരു അവസ്ഥ. ഹാർട്ട് ബീറ്റ് വല്ലാതെ കൂടുന്നു, നന്നായിട്ട് വിയർക്കുന്നുണ്ട്, വയറ് വേദനിക്കുവാണോ, എവിടെയാണ് വേദനയെന്നൊന്നും അറിയില്ല, എന്തൊക്കെയോ ഒരു നംനെസ് പോലെ. പെട്ടെന്ന് ഞാൻ ആ 3ാമത്തെ നിലയിൽ നിന്ന് പാല് കൊടുത്തോണ്ടിരുന്ന ഈ കുഞ്ഞിനെ എടുത്തോണ്ട് ഞാൻ ഓടി താഴത്തെ നിലയിൽ വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ മുഖത്തേക്ക് നോക്കിക്കേ, എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന്. അപ്പോൾ ഹരിയുടെ മുഖം നന്നായിട്ട് മാറി. എന്തൊക്കെയോ മാറുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കറിയില്ല, എനിക്ക് അപ്പോഴേ മനസ്സിലായി എൻ്റെ ഒരു വശം തളർന്നു പോവുകയാണ്. എൻ്റെ കൈ എനിക്ക് അനക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവാണ്, കാലനങ്ങുന്നില്ല, ഞാൻ വീഴുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഹരി പറഞ്ഞു, നീ പുറത്തോട്ടിരിക്കാൻ, നിനക്ക് കുഴപ്പമൊന്നുമില്ല, നീ ടെൻഷൻ ആവുകയാണെന്ന് പറഞ്ഞു. ഞാൻ പുറത്തോട്ടിരുന്നു, പറ്റുന്നില്ല, ഞാൻ വീഴുമെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ വീഴാൻ പോവാണ്, വീണാൽ ഞാൻ എഴുന്നേക്കില്ല എന്നെനിക്ക് മനസ്സിലായി. ആ ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്യും? എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. ഹരി നൈറ്റ് ഡ്യൂട്ടിയാണ്, ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഈ 3 കുഞ്ഞുങ്ങളെയും എന്നെയും നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ കുഞ്ഞുങ്ങളല്ല, എനിക്ക് നോക്കാൻ തന്ന 3 കുഞ്ഞുങ്ങളാണ്. എനിക്കിവരെ ആരോഗ്യത്തോടെ നോക്കണമെങ്കിൽ നീ തന്ന ഹസ്ബൻഡാണ്, ഞാൻ തേടി പിടിച്ച ഹസ്ബൻഡല്ല, നീയായിട്ട് എൻ്റെ മുന്നിൽ കൊണ്ടെത്തിച്ച ഒരു ഹസ്ബൻഡാണ്. അങ്ങേ അവസാനം വരെയും എനിക്കൊരു നല്ല ഭാര്യയായിരിക്കണമെങ്കിൽ, ഈ 3 കുഞ്ഞുങ്ങളെ നോക്കണമെങ്കിൽ എനിക്ക് നീ ആരോഗ്യം തന്നേ പറ്റൂ. ഈ 16 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ ഞാൻ ആരെങ്കിലും നീ കൊണ്ടുത്താ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ്, ഞാൻ വ്യക്തമായി കണ്ടതാണ്, ഒരു ഗ്രേ കളറിൽ വൈറ്റ് കളറിലെ ലെറ്റേഴ്സിൽ എഴുതി കാണിച്ചു, ഈവ്ലീൻ എന്നിങ്ങനെ എഴുതി കാണിച്ചു. അത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു നൈജീരിയൻ നേഴ്സാണ്. എനിക്ക് ഫോൺ എടുത്ത് വിളിക്കാൻ പറ്റിയില്ല. ഹസ്ബൻഡിനോട് പറഞ്ഞു, ഹസ്ബൻഡ് വിളിച്ചു, ഒന്നും മിണ്ടിയില്ല. ഹരി ആരെയും വിളിക്കാത്ത ഒരാളാണ്. പക്ഷെ അവൾ പെട്ടെന്ന് തന്നെ വന്നിട്ട് എന്താണെന്ന് ചോദിച്ചു, എൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് അവളുടെ മുഖം, നല്ല ധൈര്യമുള്ള ഒരു നേഴ്സാണ്, അവളുടെ മുഖം മാറുന്നത് ഞാൻ കണ്ടു. ഞാൻ നന്നായിട്ട് പേടിച്ചു. എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നീ കണ്ണാടി നോക്കരുത്. അപ്പം ഞാൻ പറഞ്ഞു, അതെന്താ? നീ കണ്ണാടി നോക്കരുത്, കണ്ണാടി നോക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ കണ്ണാടി എടുത്തുകൊണ്ട് വരാൻ ഹരിയോട് പറഞ്ഞു. ഹരി മേളിൽ നിന്ന് കണ്ണാടിയായിട്ട് വരുവാണ്. അപ്പം എനിക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ നോക്കേണ്ട ആവശ്യമില്ല, അവിടെ ഒന്നുമില്ല, നിൻ്റെ മുഖം നിനക്കറിയാമല്ലോ, നീ കണ്ണാടി നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ ആണ്. പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ഈ ഒരു വശം ഇങ്ങോട്ട് കോടി. പിന്നെ എനിക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. പതുക്കെ ഈ ഒരു കൈ തളർന്നു, കാല് തളർന്നു, ഞാൻ കിടന്നു. എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. സ്റ്റാൻഡിങ് BP വളരെ ഹൈ, കിടക്കുമ്പോൾ ഉള്ള BP വളരെ ഹൈ. അവൾ പെട്ടെന്ന് തന്നെ ആംബുലൻസിനെ വിളിച്ചു. ആംബുലൻസ് വന്നു. ഈ 16 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ നീ നോക്കിക്കോണേ എന്ന് പറയാൻ പോലും എനിക്ക് നാക്ക് പൊങ്ങിയില്ല. അവൾ ആ കുഞ്ഞിനെ എടുത്തിട്ട് പറഞ്ഞു, ഞാൻ നോക്കിക്കോളാം, നീ പൊയ്ക്കോളാം പറഞ്ഞു. ആംബുലൻസിൽ പോയി ചെന്നപ്പോൾ തന്നെ സ്ട്രോക്കാണ് എന്ന് അവർ ഡയഗ്നോസ് ചെയ്തു. പ്രസവിച്ച് 16 ദിവസമായതേ ഉള്ളൂ. എൻ്റെ സ്റ്റിച്ചൊന്നും എടുത്തിട്ടില്ല, നല്ല വേദനയുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ആ വേദനയൊന്നും അറിയാനേ പറ്റുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുവാണ്. ഞാൻ ആംബുലൻസിൽ വന്ന സമയത്ത് ഹരി പെട്ടെന്ന് ആംബുലൻസിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ലോക്കറ്റും ഇവിടുത്തെ ഉടമ്പടി പുസ്തകവും തന്നിട്ട് പറഞ്ഞു, ഇത് കയ്യിൽ വെച്ചേക്ക്, എനിക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, പ്രാർത്ഥന കാണാപ്പാടമാണ്. ശരിയെന്ന് പറഞ്ഞ് ഈ ലോക്കറ്റ് മുറുകെ പിടിച്ചോളാൻ പറഞ്ഞു. ഞാൻ പോയി ഹോസ്പിറ്റലിൽ പോയി, സ്ട്രോക്ക് വാർഡിൽ അഡ്മിറ്റ് ആയിരുന്നു. ആദ്യത്തെ ദിവസം അവിടെ കിടക്കുവാണ്. അപ്പോൾ അവർ ഇവിടെ നഴ്സിംഗ് ഫീൽഡിലുള്ള ആൾക്കാർക്കറിയാം, ചെല്ലുമ്പോൾ തന്നെ സ്ട്രോക്ക് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യും. നമ്മുടെ കൈ ഇങ്ങനെ പൊക്കി ഒരു 10 സെക്കൻഡ് വരെ അവരെണ്ണം. 10 സെക്കൻഡ് പോയിട്ട് എനിക്ക് 1 സെക്കൻഡ് പോലും ഈ കൈ ഇങ്ങനെ പൊക്കി പിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരവസ്ഥയായിരുന്നു. കാല് പൊങ്ങുന്നില്ല, ഈ ഒരു വശം മുഴുവൻ തളർന്നു, സംസാരിക്കാൻ പറ്റുന്നില്ല, ദേഹം മൊത്തം കോടി. അപ്പോൾ അവർ സ്ട്രോക്ക് ആണെന്ന് സ്ഥിരീകരിച്ചു. ഒരു സ്കാനിങ് കഴിഞ്ഞു. ബ്രെയിനിൽ ബ്ലീഡിങ് ഉണ്ടോയെന്ന് സംശയം. അപ്പോൾ ഒരു സ്കാനിങ്ങും കൂടി വേണം. അപ്പോൾ അവിടെ കിടക്കുവാണ്. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ ബേസിക്കലി ഒരു ഹയർ സെക്കൻഡറി ടീച്ചറായിരുന്നു, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ടീച്ചറായിരുന്നു. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ടീച്ചിങ് ആണ്. എന്നാലും എനിക്കറിയാം ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഇനി ഞാൻ റിക്കവർ ആവില്ല, ഞാൻ ചിലപ്പോൾ മരിച്ചേക്കാം എന്നൊരവസ്ഥ വന്നു. അപ്പം ഞാൻ പ്രാർത്ഥിക്കുവാണ്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അമ്മച്ചിമാരുടെയൊക്കെ പാഡ് ചേഞ്ച് ചെയ്യുമ്പോൾ, ബോധമുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ക്യാൻസറൊക്കെ വന്ന് കിടക്കുന്ന അപ്പച്ചന്മാരുടെയൊക്കെ പാഡ് മാറ്റുമ്പോൾ നമ്മൾ ചെല്ലാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യും. അവരുടെ ഒരു ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവാണ്, ഇനി എൻ്റെ ഹരി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് വേണം എൻ്റെ ഈ മലവും മൂത്രവും ഒക്കെ മാറ്റാൻ, എൻ്റെ ഈ ഒരു പാഡ് മാറ്റാൻ. അപ്പോൾ എൻ്റെ ഈ 3 കുഞ്ഞുങ്ങളെ ആരും നോക്കും? ഹരി ഡ്യൂട്ടിക്ക് പോയില്ലെങ്കിൽ, ഞാൻ ഡ്യൂട്ടിക്ക് പോയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ഒരു അവസ്ഥയിൽ തിരിച്ചു പോകാൻ പറ്റില്ല. എനിക്ക് ഇങ്ങനെ സ്ട്രോക്ക് വന്നെന്ന്, എൻ്റെ ഒരു വശം തളർന്നു പോയിന്ന് ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോഴായിരിക്കും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരോ നാട്ടുകാരോ ഒക്കെ അറിയുന്നത്. ഇതുവരെ ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഞങ്ങൾ കടന്നുപോയി എന്ന്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് എഴുന്നേക്കണം, എനിക്ക് തിരിച്ചു വരണം, നീ എൻ്റെ കൂടെ ഉണ്ടായേ പറ്റൂ, എനിക്കൊരു തെളിവ് വേണം, നീ എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്കൊരു തെളിവ് വേണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു.
ഇത് ഞാൻ കരയുവാണ്, വാവിട്ട് നിലവിളിക്കുവാണ്, പക്ഷെ സൗണ്ടൊന്നും പുറത്തോട്ട് വരുന്നില്ല. ഒരു വല്ലാത്ത വൃത്തികെട്ട രീതിയിലുള്ള സൗണ്ടാണ് എൻ്റെ വായിൽ നിന്ന് വരുന്നത്. കരയാൻ പോലും പറ്റാത്തൊരവസ്ഥ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞില്ല, അതിനു മുൻപ് ഞാൻ അന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്ത്രീ, ഒരു വെളുത്ത സുന്ദരിയായ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, നീ മാതാവിൽ വിശ്വസിക്കുന്ന ഒരാളല്ലേ എന്ന്. ഞാൻ അതേന്ന് പറഞ്ഞു, തലയാട്ടി. എന്നാൽ അതാ ഇത് കയ്യിലിട്ടോ, നിനക്കൊരു കുഴപ്പം വരില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രേസ്ലെറ്റ്, ഇവിടുത്തെ മാതാവിൻ്റെ ബ്രേസ്ലെറ്റ് എൻ്റെ കയ്യിലിട്ട് തന്നു. അതാരാണെന്നോ എവിടെ നിന്ന് വന്നെന്നോ ഒന്നും എനിക്കറിയില്ല. അതവിടുത്തെ ഒരു നേഴ്സാണെന്ന് എനിക്കറിയാം. ഏത് വാർഡിലാണ് വർക്ക് ചെയ്യുന്നതെന്നോ ആ സമയത്ത് അവരവിടെ വരേണ്ട അവസ്ഥയുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും എനിക്കറിയില്ല. പക്ഷെ അവർ വന്നു, എനിക്ക് ആ ബ്രേസ്ലെറ്റ് ഇട്ട് തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി. അപ്പം ഞാൻ പറഞ്ഞു, നീ എൻ്റെ കൂടെ ഉണ്ടല്ലേ, നീ എന്നെ കേൾക്കുന്നുണ്ടല്ലേ എന്ന്. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് പതുക്കെ വിരലുകൾ അനക്കാൻ പറ്റി. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവർ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്കറിയാൻ പറ്റി കൈ ഇങ്ങനെ പൊക്കണമായിരുന്നു. അപ്പം ഞാനിങ്ങനെ കൈ പൊക്കി നോക്കി, എനിക്ക് കൈ പൊക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആവേശമായി. ഞാൻ കാലനക്കാൻ നോക്കി, കാലനക്കാൻ പറ്റുന്നില്ല, കൈ അനക്കാൻ പറ്റുന്നുണ്ട്, ഒരുപാട് പൊക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ നേഴ്സിനെ വിളിച്ചു, ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അവർ വന്നു, ടെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വേറൊരു ഫ്രണ്ട്, അവളും നേഴ്സാണ്, ഞാൻ അവിടെ അഡ്മിറ്റായി എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചതല്ല. പുള്ളിക്കാരത്തി വന്നിട്ട് മാതാവിൻ്റെ ഉപ്പ് എൻ്റെ നാക്കിലിട്ട് തന്നു, മാതാവിൻ്റെ എണ്ണ കയ്യിലിട്ട് തന്നു. ഒരു കുഴപ്പമില്ല, മാതാവിൻ്റെ തൈലം എൻ്റെ ഈ ഒരു ശരീരം മുഴുവൻ പുരട്ടിയിട്ട് പറഞ്ഞു, ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല, കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഞ്ഞിന് ഓക്കെയാണ്, അവൾ ഓക്കെയാണെന്ന് പറഞ്ഞു. കൈ കാണിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആവുന്നത് പോലെ, എൻ്റെ വിശ്വാസമാണ് കേട്ടോ, വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കും. ഇതെൻ്റെ വിശ്വാസമാണ്, ഇതെൻ്റെ അനുഭവമാണ്. ഞാൻ വന്ന് പറയുന്നത് ഇതെൻ്റെ അനുഭവമാണ്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ്. റിക്കവർ ആയില്ല, പക്ഷേ എനിക്ക് ഓക്കെ ആയി. എനിക്ക് ഫോൺ എടുത്ത് ഹരിയെ ഡയൽ ചെയ്ത് വിളിക്കാൻ പറ്റുന്ന ഒരവസ്ഥയായി. ഞാൻ പറഞ്ഞത് എന്തൊക്കെയോ ഹരിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ ഇതാണ് പറഞ്ഞത്, വീട്ടിൽ ഉപ്പും തൈലവും ഇരിപ്പുണ്ട്, അത് ഞാനാണെന്ന് സങ്കല്പിച്ച നീ നിൻ്റെ ആ ഒരു വശത്ത് മൊത്തം പുരട്ടണമെന്ന് പറഞ്ഞു. ഹരി അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞ് കുഴപ്പമൊന്നുമില്ല. അതുവരെ തലേ ദിവസം വരെ ഫുൾ ടൈം കരഞ്ഞുകൊണ്ടിരുന്ന കൊച്ച്, ഒരു പരിചയമില്ലാത്ത, എൻ്റെ നാട്ടുകാരി പോലും അല്ലാത്ത, എൻ്റെ രാജ്യക്കാരി പോലും അല്ലാത്ത മറ്റൊരു വ്യക്തിയുടെ വീട്ടിൽ കയ്യിൽ ഇരിക്കുവാണ്. അവൾക്ക് ഓട്ടിസം ബാധിച്ച ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെയും എൻ്റെ 16 ദിവസമുള്ള കുഞ്ഞിനെയും കൂടിയാണ് അവൾ നോക്കുന്നത്. അതിനുള്ള ധൈര്യം, അതിനുള്ള ശക്തി, ബലം എല്ലാം എൻ്റെ ദൈവം അവൾക്ക് കൊടുത്തു. ദൈവത്തിന് 1000 നന്ദി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറയുവാണ്, ചേച്ചിക്കൊരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ വട്ടം ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് അങ്ങനെ പരിചയപ്പെട്ടതാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളൊരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടാക്കി. രാത്രി എൻ്റെ 12.25 മണിക്കൂർ 13 മണിക്കൂർ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ ഉറക്കി കിടത്തിയിട്ട് ഞങ്ങൾ രാത്രി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളൊരു 3-4 പേരുള്ള കുഞ്ഞു പ്രാർത്ഥനാ ഗ്രൂപ്പാണ്. ഈ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. ഈ കൃപാസനം എന്ന ഈ പുണ്യസ്ഥലത്തുള്ള ഈ സെക്യൂരിറ്റി ചേട്ടന്മാർ തൊട്ട് ഇവിടെ ആരൊക്കെയുണ്ടോ അവരെല്ലാം അനുഗ്രഹിക്കണമേ, കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാനാണ് ഓൺലൈൻ ഉടമ്പടി എടുപ്പിച്ചത്. അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇതല്ലേ, ചേച്ചി കിടക്കുന്ന ബെഡിൻ്റെ പൊസിഷൻ ഇതല്ലേ, ഞങ്ങളിതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. എന്നോട് പറയുകയാണ്, ചേച്ചിയുടെ ബാക്കിൽ മാതാവ് നിൽപ്പുണ്ട്, ചേച്ചിക്ക് ഒരു കുഴപ്പവും വരത്തില്ല, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇതെൻ്റെ ആദ്യത്തെ അനുഭവമാണ്. ചേച്ചിയുടെ റീഡിങ്സ് ഇങ്ങനെയല്ലേ, എൻ്റെ ഹാർട്ട് ബീറ്റ്, എൻ്റെ പൾസ്, ഇതൊക്കെ അവൾ ഇങ്ങോട്ട് പറയുകയാണ്. കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുവാണ്, ഞാൻ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുവാണ്, ചേച്ചിക്ക് ഒരു കുഴപ്പം വരില്ല എന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി. അപ്പം ഞാൻ ഉറപ്പിച്ചു, എനിക്കൊരു കുഴപ്പം വരില്ല, ഞാൻ എഴുന്നേറ്റ് നടക്കും എന്ന് എനിക്ക് ഉറപ്പായി. അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് എനിക്ക് കാലനക്കാൻ പറ്റി. ഉച്ചയായപ്പോഴത്തേക്ക് ഡോക്ടർ വന്നു, 2ാമത്തെ സ്കാനിങ് കഴിഞ്ഞു. അപ്പോൾ അതിൽ അവർ ബ്രെയിനിൽ ബ്ലീഡിങ് സസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രെയിനിൽ ബ്ലീഡിങ്ങോ അങ്ങനെ ഒന്നുമില്ലയെന്ന് അവർ കണ്ടുപിടിച്ചു. അതിന് പകരം അവർ പറഞ്ഞത്, ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇത് എനിക്കറിയാം, സ്ട്രോക്കാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇത് നീ മാറ്റിത്തരണം, നീ എൻ്റെ മാതാവാണെങ്കിൽ, എൻ്റെ അമ്മയാണെങ്കിൽ എനിക്ക് ലോകത്തിൻ്റെ മുന്നിൽ ഉറക്കെ വിളിച്ച് പറയാൻ പറ്റണം, ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി, അത് സ്ട്രോക്ക് അല്ലാതാക്കി മാറ്റണം എന്ന് ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ അടുത്ത ദിവസം വേറൊരു ടെസ്റ്റ് നടത്തിയിട്ട് അവർ പറയാണ്, ഇത് 0.01% മാത്രം ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഹെമിപ്ലീജിക് മൈഗ്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൈഗ്രെയിൻ പ്ലസ് ഔറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൈഗ്രെയിനാണ്. അതിൻ്റെ സിംറ്റമാണ് ഇങ്ങനെ ഒരു ബോഡി വീക്ക്നെസ്സും സ്ട്രോക്ക് പോലെയുള്ള സിംറ്റംസും പിന്നെ കോമ സ്റ്റേജും. ഭാഗ്യത്തിന് ഞാൻ കോമയിലേക്ക് പോയില്ല, ദൈവം എന്നെ ഉറക്കി കിടത്തിയില്ല. ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട്, എന്നെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട്, എൻ്റെ വിശ്വാസം കാത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, എന്നെ ഉയർത്താൻ വേണ്ടിയിട്ട് ദൈവം എന്നെ ജീവനോടെ നിലനിർത്തി. എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. ഞാൻ മരണം മുഖാമുഖം കണ്ട ഒരാളാണ്. പക്ഷേ എൻ്റെ എല്ലാ ബലഹീനതകളും മാറ്റി ദൈവം എനിക്ക് ദിവസം മുട്ടുകുത്താൻ പറ്റുന്നുണ്ട്, ഈ കൈ ഉയർത്താൻ പറ്റുന്നുണ്ട്, ഈ കാലുകൊണ്ടും കൈ കൊണ്ടും എനിക്ക്
ആരാധിച്ച് സ്തുതിച്ച് ദൈവത്തിനെ മഹത്വപ്പെടുത്താൻ പറ്റുന്നുണ്ട്. എൻ്റെ മക്കളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ട്. എല്ലാവരും 12 മണിക്കൂർ 4 ദിവസമൊക്കെയാണ് ഡ്യൂട്ടി ചെയ്യുന്നതെങ്കിൽ ഞാൻ ആഴ്ചയിൽ 6 ദിവസം എനിക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ എന്നെ ദൈവം ഉയർത്തി. അതിന് ദൈവത്തിന് 1000 നന്ദി. പ്രൊമോഷൻ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ടീച്ചിങ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. എനിക്ക് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ്. പക്ഷേ എന്നെ ദൈവം ഒരു കെയർ ഹോമിൽ കൊണ്ടെത്തിച്ചു. അവിടെ ഞാൻ പോലും അറിയാതെ, ഞാനൊരു ഏജൻസി സ്റ്റാഫായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അവിടെയുള്ള ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുകയും അവർക്ക് എന്നെ വേണമെന്ന് പറയുകയും എനിക്കവിടെ ജോലി കിട്ടുകയും അവിടെ താമസ സൗകര്യം അവർ തന്നെ ഏർപ്പാടാക്കി തരികയും, അവിടെ പ്രാർത്ഥിക്കാൻ പറ്റില്ല, അങ്ങനെ പറ്റും, പക്ഷേ ഞാൻ പരസ്യമായിട്ട് പ്രാർത്ഥിക്കും, മുട്ടുകുത്തും, മെഴുകുതിരി കത്തിക്കും. അതിനൊന്നും അവിടെ ആരും ഇതുവരെ എതിര് പറഞ്ഞിട്ടില്ല. പതുക്കെ എനിക്ക് ഓരോ ഗ്രേഡ് കൂടാൻ തുടങ്ങി. ഇപ്പം ഞാൻ അവിടെ സീനിയർ കെയറർ അസിസ്റ്റൻ്റാണ്. ഞാനിപ്പോൾ അവിടെ ടീം ലീഡാണ്. വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആളുകളെ ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എന്നെ ദൈവം ഉയർത്തി. മറ്റുള്ള ആളുകളെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിനറായിട്ട് എന്നെ ഉയർത്തി. ഇതൊക്കെ എൻ്റെ കഴിവല്ല, എനിക്കൊരു കഴിവുമില്ല. ഇപ്പോഴും ഞാൻ സീറോയിൽ തന്നെയാണ്. സീറോയിൽ നിൽക്കുന്ന എന്നെ, എൻ്റെ കുടുംബത്തെ എൻ്റെ ദൈവം നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുകയാണ്. അതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആ ഒരു പ്രൊമോഷൻ അത് എൻ്റെ ഹോമുകാർ തന്നതല്ല. ഞാനിടുന്ന നോട്ട്സ് കണ്ടിട്ട് എൻ്റെ ഹയർ അതോറിറ്റീസ്, ഹെഡ് ഓഫീസുകാർ എനിക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ട്, എനിക്കറിയില്ല ആരാണ് റെക്കമെൻഡ് ചെയ്തതെന്ന്, ആരോ ഒരാൾ റെക്കമെൻഡ് ചെയ്തിട്ട് എനിക്ക് വിസ വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് പോലും അറിയുന്നത് എൻ്റെ വിസ കോഡ് മാറി. ആദ്യം ഞാനൊന്ന് പേടിച്ചു, അയ്യോ എന്താ വിസ, എൻ്റെ ജോലി പോയെന്ന് വിചാരിച്ചപ്പോൾ ഇവൻ പറഞ്ഞു അല്ല നിനക്ക് പ്രൊമോഷൻ ആയതാണെന്ന്. ഈ പ്രൊമോഷൻ ലെറ്ററുമായിട്ട് ചെന്നപ്പോഴാണ് ഹോമുകാർ പോലും അറിയുന്നത് ഞാൻ പ്രൊമോട്ടഡ് ആയി എന്ന്. ഒത്തിരി സന്തോഷം. വളരെ നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറേ മെഡിക്കൽ എക്സാംസും കാര്യങ്ങളൊക്കെ ഞാനിപ്പം സൈഡായിട്ട് ചെയ്യുന്നുണ്ട്. അതൊന്നും എൻ്റെ കഴിവല്ല, എല്ലാം ദൈവത്തിൻ്റെ കഴിവാണ്, എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹമാണ്. ഓരോ നിമിഷവും കൈപിടിച്ച് എന്നെ നടത്തുന്ന ഒരമ്മ. ഞാൻ ഇന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മുട്ടുകുത്തിയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞല്ലോ. ഞാൻ ആ മുട്ടുകുത്തുന്നതിന് തൊട്ട് മുൻപ് എനിക്ക് മുല്ലപ്പൂവിൻ്റെ ഒരു നല്ലൊരു ഒരു സുഗന്ധം എനിക്ക് കിട്ടി. അത് എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ടായിരുന്നു, പക്ഷെ അമ്മയ്ക്കത് ഫീൽ ചെയ്തില്ല. എനിക്ക് കുറച്ച് സെക്കൻഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ആദ്യത്തെ വട്ടം ഞാൻ വന്നപ്പോൾ എനിക്ക് മുത്തുക്കുടയാണ് കിട്ടിയത്. ആ ഒരു സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എല്ലാവരും വിചാരിക്കും മുത്തുക്കുട, ഇങ്ങനെയാണ് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അതായത് ആ ഒരു കുടയുടെ കീഴിൽ ഞാൻ എന്നും സുരക്ഷിതയായിരിക്കും. എൻ്റെ അമ്മയുടെ നീല മേലങ്കി കൊണ്ട് നമ്മളെല്ലാവരെയും കാത്ത് പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് പോലെ ആ ഒരു കുട എനിക്കൊരു സംരക്ഷണമാണ്. എനിക്ക് ലോട്ടിട്ട് കിട്ടിയത് ഇന്നും കൂടെയാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു ഇത് കിട്ടുന്നത്. സാധാരണ ഇവിടെ സ്റ്റുഡൻസിനാണ് കൂടുതൽ പ്രയോറിറ്റി, പക്ഷേ എനിക്ക് ഇന്ന് അങ്ങനെ ഒരു അവസരം കിട്ടി. ആ മുത്തക്കുട പിടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ധൈര്യമുണ്ട്. എൻ്റെ മാതാവ് എനിക്ക് എന്തോ ഒരു നല്ല കാര്യം, എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ദൈവം ചെയ്തു തരാൻ പോകുന്നു. ആ ഒരു പദ്ധതിയുണ്ട് ദൈവത്തിന്, അതിൻ്റെ നാശത്തിനല്ല, അതിൻ്റെ ക്ഷേമത്തിനുള്ള ഒരു പദ്ധതിയാണെന്ന് വീണ്ടും 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 ബൈബിൾ വചനത്തിലൂടെ ഊന്നി ഉറപ്പിച്ച് എനിക്ക് ബോധ്യം തരുന്ന ഒരമ്മ. ഒരുപാട് നന്ദി. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആവേ മറിയ. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, 12.25 മണിക്കൂറാണ് ഡ്യൂട്ടി. ഈ 13 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഈ 3 കുഞ്ഞു മക്കളെയൊക്കെ ഉറക്കി അവർ ചിലപ്പോൾ 1:30-2 മണിയോ ഉറങ്ങാൻ. ഇതെല്ലാം കഴിഞ്ഞിട്ട് എത്ര വൈകിയാലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപയുണ്ട്. ഞാൻ എത്ര വൈകിയാലും ചെന്നാലും വിളിച്ചാലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ കൂടെ തയ്യാറാകുന്ന ഒരു 3-4 പേരുണ്ട്. അവർ പല രാജ്യങ്ങളിലാണ്, പല സ്ഥലത്താണ്, പല ടൈം സോൺസാണ്. ബട്ട് സ്റ്റിൽ അവരെല്ലാം കൂടെ ഉണ്ടാവും, പ്രാർത്ഥിക്കും. അതൊരു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാൻ ഇഷ്ടമില്ല, എന്നാലും ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി മറ്റൊരാൾ അറിയുന്നത് എനിക്കിഷ്ടമല്ല. എന്നിരുന്നാലും ഇവിടെ പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് പറയട്ടെ. പഠിക്കാൻ പിന്നോക്കം നിൽക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് എനിക്ക് അവർക്ക് ബാഗും പുസ്തകങ്ങളൊക്കെ, അല്ലെങ്കിൽ അവരുടെ ഫീസൊക്കെ, അല്ലെങ്കിൽ ചില കുഞ്ഞുങ്ങളൊക്കെ ട്യൂഷൻ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതെൻ്റെ ഹസ്ബൻഡിന് പോലും അറിയില്ല ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അസുഖമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ ആഴ്ചയും പൊതിച്ചോറ് കൊല്ലം പള്ളിയുടെ ഫ്രണ്ടിൽ, ഞങ്ങൾ കൊല്ലത്താണ്, കരുനാഗപ്പള്ളിക്കാരാണ്. അപ്പോൾ അവിടെ പോയിട്ട് എൻ്റെ അമ്മയെക്കൊണ്ട് ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കി. അമ്മയ്ക്ക് തീരെ വയ്യാത്ത അമ്മയാണ്, എന്നാലും അമ്മയെക്കൊണ്ട് അമ്മ തന്നെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് എനിക്ക് നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ അമ്മയെക്കൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുപ്പിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥന ഗ്രൂപ്പിലുണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ ആളുകൾ പൈസ കുറച്ച് ഇടും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. വലിയൊരു സംരംഭമൊന്നുമല്ല, ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ചെറിയ രീതിയിൽ ഉള്ള കാരുണ്യ പ്രവർത്തനമാണ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു പ്രാർത്ഥന, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ എനിക്കൊരു പള്ളി വേണം എന്നായിരുന്നു. ഇതെൻ്റെ വീടാണെങ്കിൽ ഇത് പള്ളി, അതുപോലെ ഒരു സൗകര്യമാണ് എനിക്ക് ദൈവം. ഇംഗ്ലീഷ് പള്ളിയാണ്, പക്ഷേ എനിക്ക് അവിടെ പോകാനും മുട്ടുകുത്താനും പ്രാർത്ഥിക്കാനും ഒക്കെ അവരുടെ കൂടെ ഇടപഴകാനും ഒക്കെ ഒരു അവസരം ദൈവം തരുന്നുണ്ട്. അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്.
ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മുടക്കം ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ക്രിസ്ത്യാനിയല്ല, കുർബാനും കേൾക്കാനും മാത്രമേ പറ്റൂ. എനിക്ക് ദൈവത്തിനെ സ്വീകരിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷെ അത് ഏറ്റവും വലിയ ആഗ്രഹമാണ്. അത് എന്നെങ്കിലും ദൈവം അത് നടത്തി തരുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. എന്നെങ്കിലും ഞാൻ മരിക്കുന്നതിന് മുൻപ് എനിക്ക് എൻ്റെ ഈശോയെ സ്വീകരിച്ചുകൊണ്ട് മരിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതാരും ഫോഴ്സ് ചെയ്തതോ അങ്ങനെയൊന്നുമല്ല, അതെൻ്റെ മനസ്സിൽ എനിക്കങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നതാണ്. അങ്ങനെ ഞാൻ പോവുകയാണെങ്കിൽ എനിക്ക് ഇടാനുള്ള ഒരു പേര് പോലും എനിക്ക് ദൈവം കാണിച്ചു തരുന്നുണ്ട്. അത് അങ്ങനെ ഒരു അവസരത്തിൽ ഉണ്ടാവുമ്പോൾ അങ്ങനെ വന്ന് നിൽക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അന്ന് പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പത്രം അവിടെ അവൈലബിൾ അല്ല. അപ്പോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ കോപ്പി എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ പ്രിൻ്റർ വാങ്ങി, അപ്പം നമ്മളങ്ങനെ ഓൺലൈനിൽ പ്രിൻ്റ് എടുക്കും. പിന്നെ വേറൊരു ഫ്രണ്ടാണ് പ്രിൻ്റ് എടുക്കുന്നത്. അപ്പോൾ അവളുടെ ആ ഒരു സ്ഥലത്ത് നമ്മളിരുന്ന് തീരുമാനിക്കും ഇന്ന് ഏത് പള്ളിയിലാണ് അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് കൊടുക്കേണ്ടതെന്ന്. അങ്ങനെ അവർ കൊണ്ട് കൊടുക്കും. പിന്നെ കൂടെയുള്ള ആൾക്കാർ നേഴ്സുമാരുണ്ട്, അവരോടൊക്കെ എൻ്റെ അച്ഛനെ പറ്റിയിട്ടും എൻ്റെ മാതാവിനെ പറ്റിയിട്ടും എൻ്റെ ഈ പള്ളിയെ പറ്റിയൊക്കെ പറയാറുണ്ട്. അവരൊക്കെ വരും, ഇന്നല്ലെങ്കിൽ നാളെ എന്നെങ്കിലും എനിക്ക് അവരവിടെ കൊണ്ടുവരാൻ പറ്റും. മറ്റ് പല രാജ്യക്കാരാണ്, കൊണ്ടുവരാൻ പറ്റും എന്നുള്ള വിശ്വാസമാണ്. അത്രയേ ഉള്ളൂ. എന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവം നിങ്ങളെ എല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ. ബൈബിൾ വായനയുണ്ട്, ജപമാലയുണ്ട്. അത് ജപമാല വൈകുന്നേരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ ഈ നടന്നു പോകുമ്പോഴും, ചിലപ്പോൾ ഈവൻ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോഴാണെങ്കിലും കുളിക്കുമ്പോഴാണെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും ഒക്കെ എൻ്റെ വായിൽ ജപമാല വരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ക്രിസ്ത്യാനിയല്ല, പിന്നെയും പറയട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യുന്നതൊക്കെ പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ അത് ചെയ്യാമോ എന്ന് ചോദിച്ചാലും എനിക്കറിയില്ല. പക്ഷേ അതെൻ്റെ ബോധ്യമാണ്, എനിക്കിഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ. എനിക്കത് മാത്രമേ വായിൽ വരുള്ളൂ. പിന്നെ വചനങ്ങൾ എഴുതി വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് എനിക്കിഷ്ടമാണ്. ഞങ്ങൾ വചനങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ഓരോ സാക്ഷ്യങ്ങളും മുടക്കം കൂടാതെ ഞങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാറുണ്ട്. ഞങ്ങൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് കിട്ടിയ അനുഗ്രഹത്തെ ഓർത്ത് അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ദൈവത്തിനോട്, മാതാവിനോട് നന്ദി പറയാറുണ്ട്. അല്ലാതെ സാക്ഷ്യം ഞങ്ങൾ വെറുതെ കണ്ടിട്ട് വെറുതെ വിടാറില്ല. ആ വ്യക്തിയെ സമർപ്പിച്ച് അവരെ വീണ്ടും വീണ്ടും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞങ്ങളെ എളിമപ്പെടുത്തി നടത്തണമെന്ന് ഓരോ നിമിഷവും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. പ്രൈസ് ദി ലോർഡ്. ആവേ മറിയ. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. സങ്കീർത്തനം 91:14 വചനമാണ്. ദൈവത്തെ ഹൃദയത്തിൽ സ്നേഹിക്കുന്നവർ, ആ സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നവരെ ദൈവം രക്ഷിക്കും. പ്രശ്നങ്ങളിൽ നിന്നും, കഷ്ടതകളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് അവർ കണ്ടുമുട്ടുന്നത്. എൻ്റെ നാമം അറിയുന്നവർ ആ ദൈവത്തിൽ അവർ ഉറച്ചു വിശ്വസിക്കുമ്പോൾ ഏത് സാഹചര്യമാണേലും ദൈവം അവരെ ഉയർത്തും, അനുഗ്രഹിക്കും. സ്നേഹവും വിശ്വാസവും ഉള്ളവരെ ദൈവം ഒരിക്കലും കൈവിടില്ല. ഉടമ്പടിയിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് രക്ഷയും ഉയർച്ചയും അനുഗ്രഹങ്ങളും ഉറപ്പാണ്. അങ്ങനെയുള്ള ഒരു വലിയ ദൈവാനുഭവ സാക്ഷ്യമാണ് ശ്രീ രഞ്ജിനി ഹരിദേവ് നമ്മളോട് പങ്കുവച്ചത്. ഈ മകളുടെ ജീവിതത്തിൽ ഇത് 2ാമത്തെ സാക്ഷ്യമാണ്. ഈശോയും അമ്മയും കൂടെ നിൽക്കുമ്പോൾ, ആ സ്നേഹത്തോട് ഒട്ടി നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന ആ ദൈവാനുഭവങ്ങൾ, അനുഗ്രഹങ്ങളുമാണ് ഈ മകൾ നമ്മളോട് പങ്കുവച്ചത്. UK-ലായിരുന്നപ്പോൾ 3 കുട്ടികളുണ്ട്, ഹസ്ബൻഡും ഈ മകളും. നമുക്കറിയാം, കുട്ടികളുള്ള സ്ഥലങ്ങളിൽ റെൻ്റ് ഹൗസ് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഈ മകൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ചെറിയ വീടല്ല, 3 നിലയുള്ള ഒരു ബിൽഡിംഗ് തന്നെയാണ് അമ്മ മാതാവ് ഇവർക്ക് ക്രമീകരിച്ച് കൊടുത്തത്. അതൊരു വലിയ അനുഗ്രഹമാണ്. അതുതന്നെയുമല്ല, ഈ മകളുടെ പ്രാർത്ഥിച്ച പ്രകാരം, ആഗ്രഹിച്ച പ്രകാരം പള്ളിയുടെ അടുത്ത് തന്നെ ഒരു നല്ലൊരു ബിൽഡിംഗ് കൊടുത്ത് ഈ മകളെ അനുഗ്രഹിക്കുകയാണ്. പിന്നീടുണ്ടായിരുന്നത് പ്രഗ്നൻസി ടൈമിൽ വാട്ടർ ബ്രേക്കായി. അന്ന് ഹസ്ബൻഡ് വരാനായിട്ട് കാത്തിരുന്നു. തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥന ചൊല്ലിയാണ് കാത്തിരുന്നത്. ഒരു കുഴപ്പവുമില്ലാതെ അന്നും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ സംരക്ഷണം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവുകയും ഡെലിവറി പോസിബിൾ ആവുകയും ചെയ്തു. പിന്നീട് വളരെ പ്രതിസന്ധിജനകമായ ഒരു സങ്കടകരമായ ഒരു സംഭവമാണ്. ജനിച്ച് 16-ാം ദിവസമായപ്പോൾ ശരീരത്തിൽ വലിയൊരു തളർച്ചയാണ് വന്നത്. സ്ട്രോക്ക് പോലെ. എന്ത് ചെയ്യണമെന്നറിയില്ല. ആദ്യ നിമിഷങ്ങളിലും ഈ മകൾ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. തളർന്ന ശരീരം, കോടിപ്പോയ മുഖം, എന്ത് ചെയ്യണമെന്നറിയില്ല. 16 ദിവസം മാത്രമുള്ള ഒരു കുഞ്ഞ് കയ്യിൽ. പെട്ടെന്ന് ശരീരം സ്ട്രോക്കായെന്ന് പോകുന്നത് കണ്ടപ്പോൾ തന്നെ ഈശോയും അമ്മയും ഈ മകളെ താങ്ങി നിർത്തുകയാണ്. മനസ്സിൽ എഴുതി കാണിച്ച ഒരു കളറ്, അതായത് ഗ്രേ കളറിൽ വൈറ്റ് കളർ ലെറ്ററായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഈവലിൻ എന്ന പേര് ഒരു നൈജീരിയൻ സ്ത്രീയുടെ പേരാണ്. ആ സ്ത്രീയെ ഈ കുഞ്ഞിനെ ഏൽപ്പിക്കുകയാണ്. ഹോസ്പിറ്റലിലേക്ക്
ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം അടുത്തറിഞ്ഞ നിമിഷങ്ങളാണ്. ആ മകൾക്ക്, ഇവലിൻ എന്ന മകൾക്ക് ഓട്ടിസം ബാധിച്ചൊരു കുട്ടിയുണ്ട്. ആ കുഞ്ഞിൻ്റെ കൂടെയാണ് ഈ 16 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത്. വേറെ ആരുമില്ല സഹായത്തിന്. അവിടെയും ഈശോയും അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ, ഒട്ടി നിൽക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ സംരക്ഷണമാണ്. അങ്ങനെ ഈ കുഞ്ഞിനെ കൊടുത്തിട്ടാണ് ഈ മക്കൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. 2 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോഴും ഈ മകളെ പ്രാർത്ഥിച്ചത്, അമ്മയെ കൂടെയുണ്ടോ, എൻ്റെ കൂടെയുണ്ടോ എന്നുള്ള പ്രാർത്ഥന. അവിടെയും അമ്മ ഒരു അടയാളം കൊടുക്കുകയാണ്. പെട്ടെന്ന് ഒരു സ്ത്രീ യാദൃശ്ചികമായിട്ട് ഹോസ്പിറ്റലിലേക്ക് കയറി വരികയാണ് ഈ മകളുടെ അടുത്തേക്ക്. ആ വരികയും ഒരു ബ്രേസ്ലെറ്റാണ് കയ്യിൽ കൊടുക്കുന്നത്. ആ നിമിഷം തന്നെ ഈ മകൾക്ക് മനസ്സിലായി, എൻ്റെ കൂടെ അമ്മയുണ്ട് എന്ന്. വചനം പറഞ്ഞതുപോലെ അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കുമെന്ന വചനം ഈ മകളുടെ ജീവിതത്തിൽ സ്നേഹത്തോട് ഒട്ടി നിൽക്കുന്നതോട് തന്നെയാണ് ഈ മകളെ കൈവിടാതെ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം അടുത്തറിഞ്ഞത്. അങ്ങനെ ആ ബ്രേസ്ലെറ്റ് കൊടുക്കുകയും അത് കയ്യിൽ ഇട്ടിട്ട് പോവുകയും ചെയ്ത്. ആ സ്ത്രീയെ ഇതിനു മുൻപ് കണ്ടിട്ടില്ല, അത് കഴിഞ്ഞിട്ടും കണ്ടിട്ടില്ല. ആരാണ് ആ സ്ത്രീ എന്നറിയില്ല. പക്ഷേങ്കിൽ ആ സ്ത്രീ ഉടമ്പടി എടുത്ത ഒരു സ്ത്രീയാണ്. ഹോസ്പിറ്റലിൽ ഏതോ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നതെന്നറിയാം. പക്ഷേങ്കിൽ ആ തക്ക സമയത്ത് മാതാവ് തന്നെയാണ് ഇടപെട്ടുന്നതെന്നാണ് നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു കുഴപ്പവുമില്ല, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എന്നാണ്. കരയണ്ട എന്ന് ആശ്വസിപ്പിച്ചാണ് ആ മകൾ തിരിച്ചു പോയത്. പിന്നീട് കൈ പൊക്കുവാൻ സാധിക്കാത്ത ആ കരം തന്നെ മുകളിലേക്ക് ഉയർത്തി. അത് മുകളിലേക്ക് ഉയർത്താൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ കൈ ഉയർത്താൻ ശ്രമിച്ചു. പിന്നീട് ഈ മകൾ ആ കൈ ഉയർത്താൻ ശ്രമിച്ചപ്പോൾ തന്നെ ഹസ്ബൻഡ് ഫോൺ വിളിച്ച് എങ്ങനെയെങ്കിലും ആ തൈലം വീട്ടിൽ എൻ്റെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് ഫോണിൽ കൂടെ പറയുകയാണ്. പിന്നീട് കൂട്ടുകാരിമാരും ഉടമ്പടിയിലെടുത്ത മക്കൾ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു. ഹസ്ബൻഡും ഉടമ്പടി തൈലവുമായിട്ട് വന്നു. പിന്നെ അങ്ങനെ കൂട്ടുകാരിമാർ വന്ന് പ്രാർത്ഥിച്ച് തൈലം തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥന ഫലമായിട്ട് പിന്നീട് കാലിൽ തേച്ച് അവർ പ്രാർത്ഥിക്കുകയാണ്. കാലിനും ഒരു സ്ട്രെങ്ത് കിട്ടി. ഇവിടെയെല്ലാം നാം കാണുന്നത് ഈശോയുടെ അമ്മയുടെ ഒട്ടി നിൽക്കുമ്പോൾ ആ അചഞ്ചലമായ ആ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നാണ്. ആ കൂട്ടുകാർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാനിന്നിവിടെ വരാൻ ഓർത്തതല്ല, പക്ഷെങ്കിൽ ആ മകൾക്കൊരു ദർശനം കിട്ടുകയാണ്. നീ ഈ ഹോസ്പിറ്റലിലല്ലേ, ഈ എന്ത് ഡ്രസ്സിൻ്റെ കളറും പിന്നെ ഹാർട്ട് ബീറ്റിൻ്റെ നമ്പരും റീഡിങ് പറയുകയും ഒക്കെ ചെയ്തത് ആ മകൾക്ക് പരിശുദ്ധ അമ്മ തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. വീട്ടിലിരുന്ന് ഈ മകൾ പ്രാർത്ഥിക്കുകയാണ്, കൂട്ടുകാർ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ മകൾ വന്നില്ലെങ്കിലും അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ മകൾ പ്രാർത്ഥിച്ചപ്പോഴും കാണിച്ചു കൊടുക്കുന്നതാണ്, മാതാവ് കാണിച്ചു കൊടുക്കുകയാണ്. ഹോസ്പിറ്റലിൽ ഏത് ഡ്രസ്സാണ് ഇട്ടത്, ഹാർട്ട് ബീറ്റിൻ്റെ റീഡിങ് എന്താണ്, എല്ലാം കാണിച്ചു കൊടുക്കുന്നതെല്ലാം ഈ മകൾ ശ്രീ രഞ്ജിനിയോട് പറഞ്ഞപ്പോൾ മനസ്സിലായി, അമ്മ തന്നെ എൻ്റെ കൂടെയുണ്ട് എന്ന്. അതുപോലെ തന്നെ ഹസ്ബൻഡ് ഉടമ്പടി തൈലം തേച്ച് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. 3 പൊടിക്കുഞ്ഞുങ്ങളാണ് കയ്യിൽ. ആ ഹസ്ബൻഡ് തൈലം തേച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഈ മകൾക്ക് വേണ്ടി സൗഖ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഓരോ രീതിയിലും ഒരിക്കലും കൈവിടാത്ത ആ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യമാണ് ഈ മകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീടാണ് പെട്ടെന്ന് ടെസ്റ്റ് നടത്തിയപ്പോഴത്തേനും മനസ്സിലായത്. അവർ പറഞ്ഞത് ചിലപ്പോൾ ബ്രെയിനിൽ ബ്ലീഡിങ് കാണും, അത് സസ്പെക്റ്റഡ് ആണ്, അതുകൊണ്ട് സ്കാൻ ചെയ്തു. പിന്നീടാണ് മനസ്സിലായത് ഹെമിപ്ലേജിക് മൈഗ്രെയിൻ എന്ന രോഗമാണെന്ന് മനസ്സിലായത്. അത് ഒന്നെങ്കിൽ സ്ട്രോക്ക് വരാം, അല്ലെങ്കിൽ കോമ വരാം. പക്ഷേങ്കിൽ ഇവിടെയെല്ലാം അവിടെയും ഈശോയും അമ്മയും കൂടെ നിൽക്കുകയാണ് ഈ മകളുടെ കൂടെ. ആ കൈകാലുകളുടെ തകർച്ചയും മുഖം കോടിപ്പോയതും സംസാരിക്കാൻ കഴിയാതിരുന്നതും എല്ലാ കാര്യങ്ങളിലും ഈശോയും അമ്മയും ചേർന്ന് നിന്നുകൊണ്ടാണ് തക്ക സമയത്ത് വ്യക്തികളെ വിടുകയും ഓരോ സാഹചര്യങ്ങളിൽ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കാൻ അവിടെ ആൾ വരികയും അമ്മ മാതാവ് തന്നെ ഇടപെടുകയാണ് ഈ മകളുടെ കാര്യത്തിൽ. കുഞ്ഞിനെ നോക്കാനായിട്ട് ആളെ ഇടപെടുകയും സമയ ചുരുക്കത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും വിതിൻ 2 ഡേയ്സാണ് ഈ മകൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത്. വളരെ പെട്ടെന്ന് തന്നെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ കൃപാസനം അമ്മയുടെ ഇടപെടലിലൂടെ നേർച്ച വസ്തുക്കളുടെ വിശ്വാസ പ്രമാണം ചൊല്ലിയുള്ള ഉപയോഗത്തിലൂടെ ഈ മകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ സാധിച്ചു. രോഗത്തിൽ നിന്ന് റിക്കവർ ചെയ്യാൻ സാധിച്ചു. ഇവിടെയെല്ലാം നാം കാണുന്നത് അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കുന്ന ആ ദൈവത്തിൻ്റെ സംരക്ഷണവും സൗഖ്യവും ഒക്കെയാണ് നാം കാണുന്നത്. പിന്നീട് ഈ മകൾ പറയുന്നത് പ്രൊമോഷൻ്റെ കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഈ പ്രൊമോഷൻ്റെ കാര്യത്തിലും പല പ്രാവശ്യവും പ്രൊമോഷൻ്റെ എക്സാമിൻ്റെ കാര്യത്തിലും കോഡ് പെട്ടെന്ന് മാറ്റി കൊടുക്കുകയാണ് ഈശോയും അമ്മയും ചേർന്നതുകൊണ്ട്. യൂഷ്വലി പലരും റെക്കമെൻഡ് ചെയ്യുമ്പോഴാണ് പ്രൊമോഷനുള്ളത്. പക്ഷേങ്കിൽ ഇവിടെയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാലാണ്
ഒരു ഹയർ സെക്കൻഡറി ടീച്ചറായ ഈ മകൾക്ക്, ഏജൻസി വർക്കറായി ജോലി ചെയ്തിരുന്ന ഈ മകൾക്ക് സീനിയർ കെയർ ടീം ലീഡറായിട്ട് ഒരു ട്രെയിനർ ആയിട്ട് ഒരു പ്രൊമോഷൻ ലഭിക്കുക, അത് എൻ്റെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്നാണ് ഈ മകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത്. ഈശോയും അമ്മയും കൂടെയുള്ളപ്പോൾ നമുക്ക് എത്ര കഴിവില്ലെങ്കിലും നമ്മളെ കൃപയിലൂടെ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് പ്രേക്ഷിത പ്രവർത്തനം. പത്രം പ്രിൻ്റ് ചെയ്യാൻ നമുക്കറിയാം, പലരും പറയാറുണ്ട് പത്രം കിട്ടുന്നില്ല, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ സാധിക്കില്ല എന്ന്. പക്ഷേ ഈ മകളുടെ സാഹചര്യത്തിൽ അവിടെ UK പത്രം ഇല്ല. പക്ഷേങ്കിൽ അവർ ഓൺലൈൻ പത്രം മേടിച്ചിട്ട് ആ പത്രം അവിടെ പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയാണ്. അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ പ്രേക്ഷിത പ്രവർത്തനം അക്രൈസ്തവയായ ഈ മകൾ ചെയ്യുന്നത് കൂടുതൽ പേരെ മറ്റുള്ളവരെ അറിയിക്കാനായിട്ടാണ്. ആ ദൈവത്തിൻ്റെ സ്നേഹം, അടുത്തറിഞ്ഞ ആ ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പേപ്പറും പ്രിൻ്റ് ചെയ്ത് എവിടെ ഏത് പള്ളിയിലേക്കാണ് കൊണ്ടുപോകേണ്ടതെന്ന് ഒരു ഗ്രൂപ്പായിട്ട്, ഉടമ്പടി ഗ്രൂപ്പിൻ്റെ മക്കളുടെ ഒരു ഗ്രൂപ്പാണ് അവിടെ ഉള്ളത്. ആ ഗ്രൂപ്പിൽ പ്രാർത്ഥിച്ച്, അത് തന്നെയല്ല എത്ര വൈകിയാലും നേഴ്സസ്, നമുക്കറിയാം സിസ്റ്റർ നേഴ്സസാണ്, എനിക്ക് ഈ പ്രേക്ഷിത പ്രവർത്തനവും ജോലിയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഈ അക്രൈസ്തവയായ മകള് എത്ര ബുദ്ധിമുട്ടിയാലും എത്ര നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാലും ഈ പൊടിക്കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് രാത്രി കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞ് ഈ മക്കൾ ഉണർന്നിരുന്നാണ് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പ്രാർത്ഥന ചൊല്ലുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് ഈശോയും അമ്മയും കാണാതിരിക്കുക? ഓരോ കാര്യങ്ങളിലും കാരുണ്യ പ്രവർത്തികളായിട്ടും പൊതിച്ചോറ് കെട്ടി ഒരു സ്റ്റോള് തന്നെ തുറന്നിരിക്കുകയാണ്. അത് മറ്റുള്ളവരെ സഹായിക്കാനും പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ആ കൃപയാണ് ദൈവം നൽകിയിരിക്കുന്നത്. പിന്നീട് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം സുഗന്ധാഭിഷേകത്തിലൂടെയും ദർശനത്തിലൂടെയും പല പ്രാവശ്യവും മനസ്സിലാക്കാൻ സാധിച്ചു. ഇവിടെ വരുമ്പോൾ, ഉടമ്പടി എടുക്കുമ്പോൾ, കുട കിട്ടുമ്പോൾ ആ കുടയുടെ കീഴിൽ ജീവിതം മുഴുവനും സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള കൃപയാണ് ഈ മകൾക്ക് കൊടുക്കുന്നത്. ഈശോയമ്മ ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ കാര്യത്തിലും എവിടെയും എപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ ഒട്ടി നിൽക്കുന്ന ആ സ്നേഹമാണ്. ഈശോയും അമ്മയും ഇവരോട് ചേർന്ന് നിൽക്കുന്ന ആ സ്നേഹവും, ശ്രീരഞ്ജനിയും കുടുംബവും ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഇവരുടെ ആ സ്നേഹവും അത് തന്നെയാണ് ഇവരുടെ ആത്മീയ ജീവിതത്തിൽ കൂടുതൽ ചൈതന്യപൂർണ്ണമാക്കുന്നത്. കുടുംബത്തിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും, രോഗാവസ്ഥ, ബുദ്ധിമുട്ടുകൾ വന്നാലും താങ്ങി നിർത്തുന്ന ആ സംരക്ഷിക്കുന്ന ആ ദൈവത്തിൻ്റെ കരുതലാണ് ഇവരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും, അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. നമ്മുടെ ജീവിതത്തിലും ഒട്ടി നിൽക്കുന്ന സ്നേഹത്തിനായിട്ട് നമുക്ക് ദാഹിക്കാം. ഈശോയുടെ അമ്മയുടെയും ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ലൂക്കായുടെ സുവിശേഷം 1:37. നമ്മുടെ ജീവിതത്തിൽ എത്ര പരിമിതികളുണ്ടെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിലും മരിയൻ ഉടമ്പടിയിലൂടെ ഇത് സാധ്യമില്ല എന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സാധ്യമാക്കുന്ന ആ ദൈവത്തെ കണ്ടുമുട്ടാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രീരഞ്ജിനി ഹരിദേവിന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും, പ്രത്യേകിച്ചും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന ആ ജീവിതം, ഈശോ ഇന്ന് തന്നെ UK തിരിച്ചു വന്നിട്ട് നേരെ അമ്മയുടെ അടിയിലേക്കാണ് വന്നേ, വീട്ടിലേക്ക് പോലും പോകാതെ. ഇതാണ് ആ ഒട്ടി നിൽക്കുന്ന സ്നേഹം. ആ സ്നേഹത്തിൽ കൂടുതൽ മുന്നോട്ട് പോകുവാനായിട്ടും ഈശോയുടെ അമ്മയുടെ കൃപയ്ക്കായിട്ട് നമുക്കും ആ ഒട്ടിച്ചേർന്ന് നിന്നുള്ള ആ സ്നേഹത്തിന് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. ശ്രീ രഞ്ജിനി ഹരിദേവിന്